സ്തോത്രം. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് വിശുദ്ധ ഞായറാഴ്ചയുടെ പകൽക്കാലം സർവ്വകൃപാലുവായ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിച്ച് പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാനും നമുക്കൊരുക്കപ്പെട്ട ശ്രേഷ്ഠകരമായ നല്ല അവസരത്തിനായി, നല്ല സാവകാശത്തിനായി സന്തോഷമുള്ളവർ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടി സ്വർഗം പ്രസാദിക്കും വിധത്തിൽ, ദേശമിളകും വിധത്തിൽ, പൈശാചിക മണ്ഡലങ്ങൾ തകരും വിധത്തിൽ നല്ല കർത്താവിനെ ശബ്ദമുയർത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഞങ്ങൾക്കൊപ്പമായിരിക്കുന്ന ഹോളിനകത്ത് പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് നടക്കുന്ന വിശുദ്ധ സഭാരാധനയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും നല്ല കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ചായിരിക്കുവാൻ നമുക്കൊരുക്കപ്പെട്ട നല്ല സമയം, നല്ല സാവകാശം ഏറ്റവും ശ്രേഷ്ഠകരമായി തീരട്ടെ. വളരെ സന്തോഷത്തോടുകൂടി പ്രാർത്ഥനയോടും ഉപവാസത്തോടും കർത്താവിൻ്റെ സന്നിധിയിൽ ചിലവഴിക്കുവാനും ദൈവികമായ അനുഭവങ്ങളെ പ്രാപിച്ചെടുക്കുവാനും കർത്താവ് നടത്തിയ വിധങ്ങളെ പതിവ് കൂടാതെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും തുറന്നു കിട്ടിയ പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുവാനും എണ്ണിക്കൂടാത്ത സാക്ഷ്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കേട്ട് കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവ് അവസരം നൽകി. ഏറ്റവും വലിയ സന്തോഷം അതുതന്നെയാണ്. പ്രൈസർ ഫാമിലിക്കൊപ്പമായിരുന്നു പ്രാർത്ഥിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതകളേറെയാണ്. ആമേൻ, സ്തോത്രം. നമ്മൾ വിചാരിക്കുന്നത് പോലെ പാരമ്പര്യമായി കണ്ടുവന്നതുപോലെ ചില ദിവസങ്ങൾ മാറ്റിവെച്ച് അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ മാറ്റിവെച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനത്തിരുന്ന് ഉപവസിക്കേണ്ട ആ ഒരു അനുഭവമല്ല ഈ കാലഘട്ടത്തിൽ പ്രൈസർ ഫാമിലിക്ക് കർത്താവ് നൽകിയ ദർശനവും കാഴ്ചപ്പാടും. ആയിരിക്കുന്ന സ്ഥാനത്ത് ഏത് അവസ്ഥയിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവസിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ കർത്താവ് അനേകരെ ഒരുക്കി. ഇപ്പോഴും ഉപവാസം തുടരുന്നവരുണ്ട്. അവരെ ഓർത്തും നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാപിക്കേണ്ടത് പ്രാപിക്കും വരെ ഉറച്ചു നിൽക്കുക. കർത്താവ് നിശ്ചയമായും അത് നൽകുക തന്നെ ചെയ്യും. ആമേൻ. പ്രാർത്ഥനയ്ക്കായി ഉപവാസത്തിനായി മുട്ടുമടക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു യാക്കോബ് ഉണ്ടായിരിക്കണം. ആമേൻ, സ്തോത്രം. എന്താണ് യാക്കോബിൻ്റെ പ്രത്യേകത? യാക്കോബിനറിയാം, എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടവനാണ് ഞാൻ. പ്രാപിച്ചല്ലാതെ ഞാൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കത്തില്ല. ഇന്നും ഈ സമയവും എന്നെ കേൾക്കുന്ന ചില വ്യക്തികളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ പ്രാർത്ഥനയ്ക്കായി തീരുമാനമെടുത്ത് മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ, നീ ഉപവാസത്തോടെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നീ പ്രാപിച്ചിട്ടല്ലാതെ നീ എഴുന്നേൽക്കുവാൻ എൻ്റെ ദൈവവും അനുവദിക്കത്തില്ല. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ചിലരുടെ കാത്തിരിപ്പുകൾക്കും പ്രാർത്ഥനകൾക്കും 2025 രണ്ടാമത്തെ മാസം കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. ഒത്തിരി സാക്ഷ്യങ്ങളെ കർത്താവ് കേൾക്കുമാറാക്കി. പറഞ്ഞ് പോയാൽ നമുക്ക് സമയം തികയത്തില്ല. അത്രമാത്രം വലിയ സാക്ഷ്യങ്ങളെ കർത്താവ് നൽകുമാറാക്കി. അതിലുപരിയായി മറ്റൊരു സന്തോഷവുമുണ്ട്. പ്രിയ വിജോയ്ക്കൊപ്പം ഇന്ന് പകലിൽ വിശുദ്ധ ഞായറാഴ്ചയിൽ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് അവസരം നൽകിയല്ലോ. നമ്മുടെ പദവിയാണ് ലോകത്തിലുള്ളതിനെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് ആമേൻ നോക്കിക്കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ലഭിക്കുന്ന അവസരം. ഇന്ന് ഇതിനകത്തായിരിക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കിയാൽ ഒത്തിരി വിലാപത്തിൻ്റെ സ്വരങ്ങളെ നമുക്ക് കേൾക്കുവാനായി കഴിയും. കരയുന്ന ഒത്തിരി മാതാപിതാക്കളുടെ കണ്ണുനീർ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തകർന്ന ഒത്തിരി ജീവിതങ്ങളെ കാണുവാനായി കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ തകർന്നതിനെ പണിയപ്പെടുന്ന അനുഭവം ഉണ്ട്. ആമേൻ. ഏതു തകർച്ചയുടെ മധ്യത്തിലാണോ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്, ആ തകർച്ചയെ പണിയുവാൻ, ലോകത്തിന് പണിതെടുക്കുവാൻ കഴിയാത്തവനെ പണിയുവാൻ, ലോകത്തിന് പണിതെടുക്കുവാൻ കഴിയാത്തതിനെ പണിയുവാൻ, മാനപാത്രമാക്കി തനിക്ക് ബോധിച്ചതുപോലെ പണിയുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. നിശ്ചയമായും വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ജീവിതങ്ങളെ അവൻ പണിയുക തന്നെ ചെയ്യും. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ. അല്പസമയത്ത് വചനധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാനൊരു വാക്യം വായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം അതിൻ്റെ 14 വാക്യം. ഇസഹാർ അസ്ഥിബലമുള്ള കഴുത, അവൻ തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്നു. ഒരു നിമിഷം കൂടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ഞായറാഴ്ചയുടെ പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ലോകമെമ്പാടും പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ കാത്തിരിക്കുന്ന ഭക്തലക്ഷങ്ങൾ, അപ്പോൾ അവർക്കൊപ്പം ഞങ്ങളും അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നു ചേരുന്നു. നിലവിളികളുടെ ആമേൻ ശബ്ദം കേൾക്കാതെ വണ്ണം കണ്ണുകളെ അടച്ചു കളയാത്ത, തൻ്റെ ജനം വീണു പോകുമ്പോൾ കൈവിട്ട് കളയാതെ വണ്ണം കൈനീട്ടുവാൻ മനസ്സുള്ള അങ്ങയുടെ ഒരു വലിയ പ്രവൃത്തിക്കായി ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം പോലെ ഏറ്റവും ശ്രേഷ്ഠകരമായതൊന്ന് പ്രാപിക്കുവാൻ
അടിയൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അങ്ങ് ഒരുക്കണമേ കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിച്ചുവെങ്കിൽ, അങ്ങ് ഞങ്ങളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്ന ഈ അല്പസമയം വലിയ കാര്യങ്ങളുടെ സമയമാക്കി അങ്ങ് മാറ്റുവാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ, ഇന്നും രോഗത്തോടെ ഭാരപ്പെട്ട് ഈ ശബ്ദത്തിന് മുൻപിലായിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ശബ്ദത്തിൻ്റെ മേന്മ കൊണ്ടല്ല, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ രോഗികൾ ഇപ്പോൾ മുതൽ സൗഖ്യം പ്രാപിച്ചു തുടങ്ങട്ടെ. സൗഖ്യത്തോടെ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഉള്ളംകാൽ മുതൽ ഉച്ചന്തല വരെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം ഇപ്പോൾ മുതൽ അടിയനെ കേൾക്കുന്നവർ അനുഭവിച്ചു തുടങ്ങട്ടെ. തകർന്നവർ അടിയനെ കേൾക്കുന്നുണ്ട് കർത്താവേ. മറ്റൊരിടത്തും പണിയപ്പെടുവാൻ, പണിതെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ തകർന്നുപോയ ജീവിതങ്ങൾ അങ്ങയുടെ ശബ്ദത്തിന് മുൻപിൽ ഇന്ന് പണിയപ്പെടട്ടെ. മനസ്സാന്തരപ്പെടേണ്ടത് മനസ്സാന്തരപ്പെടട്ടെ കർത്താവേ. പിടിക്കപ്പെട്ടു പോയത്, മനുഷ്യനാലും പിശാചിനാലും പിടിക്കപ്പെട്ടു പോയത്, ഇന്ന് ആ പിടികളെ വിടുവിച്ച് പുറത്തു വരുവാൻ തക്കവണ്ണം ദൈവവചനത്തിന്റെ ശക്തി ജനത്തിന് മേലങ്ങ് പകരണമേ കർത്താവേ. മുറിക്കകങ്ങളിൽ തകർന്നായിരിക്കുന്നവർ, തളർന്നായിരിക്കുന്നവർ, സന്തോഷങ്ങൾ കാണുവാനും അനുഭവിക്കുവാനും കഴിയാതെ കേട്ട് നെടുവീർപ്പെട്ടായിരിക്കുന്നവർ ഇപ്പോൾ മുതൽ സന്തോഷത്തിന്റെ, ഹോഷത്തിന്റെ, ആനന്ദത്തിന്റെ അനുഭവത്തിലേക്ക് കാൽ വെച്ച് തുടങ്ങട്ടെ കർത്താവേ. അങ്ങ് ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അങ്ങ് ശക്തീകരിക്കണമേ. അടിയനും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പകൽക്കാലത്തെ ഈ സമയം ഞങ്ങൾക്ക് അങ്ങ് ഒരുക്കിയാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: ഇസഹാർ അസ്ഥി ബലമുള്ളൊരു കഴുത, അവൻ തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്നു. അനുഗ്രഹത്തിൻ്റെ മധ്യത്തിൽ നിന്ന് അനുഗ്രഹമായി തീരുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന വചനം. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ഒരു വലിയ ജാതിയായി തീരേണ്ട ജനം പിതാവിൽ നിന്ന് ദൈവത്തെ സ്നേഹിച്ച് ദൈവ വഴികളിൽ നടന്ന തങ്ങളുടെ വാത്സല്യ പിതാവിൽ നിന്ന് കേൾക്കുന്ന അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ് ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കേട്ടത്. ആ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്തായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെയും വലിയ അനുഗ്രഹമാക്കി മാറ്റും. ആമേൻ. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഇന്ന് ഞാൻ കേട്ട അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ, ആമേൻ, 12 ഗോത്രങ്ങളായി, ആമേൻ, സ്തോത്രം, യാക്കോബിൻ്റെ കടിപ്രദേശത്തു നിന്ന് ഉത്ഭവിച്ചത് വളർന്ന് പന്തലിച്ച് ലോകത്തെ മുഴുവൻ കീഴടക്കുവാൻ തക്കവണ്ണം വളർന്നതുപോലെ ഇന്ന് ഞാൻ കേൾക്കുന്ന വചനം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ അവർ വളരുവാനും വർദ്ധിക്കുവാനും പടർന്നു കയറുവാനും കാരണമായി തീരുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ആ അനുഗ്രഹത്തിന് വളരെ ശക്തിയുണ്ട്. ആമേൻ. ഒരു വാക്ക് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവ വഴികളിൽ നടക്കുന്ന ഒരു മനുഷ്യൻ, അതാരുമാകട്ടെ, ആമേൻ, സ്തോത്രം, അവൻ്റെ പ്രായമോ അവൻ്റെ സാഹചര്യമോ അവൻ്റെ അനുഭവമോ ഒന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. അവൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു അനുഗ്രഹ വാക്കിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനുള്ള ശക്തിയുണ്ട്. ആമേൻ. ദൈവത്തെ സ്തുതിക്കുന്നവൻ്റെ നാവിൽ നിന്ന് വരുന്ന അനുഗ്രഹത്തിന്, പ്രാർത്ഥിക്കുന്നവൻ്റെ നാവിൽ നിന്ന് വരുന്ന അനുഗ്രഹത്തിന് നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുവാനുള്ള ശക്തിയുണ്ട്. ആമേൻ. അങ്ങനെയെങ്കിൽ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു കൊണ്ടായിരിക്കുമ്പോൾ എന്നോട് സംസാരിക്കുകയുണ്ടായി. ഞാൻ കർത്താവിനോട് ചോദിക്കുകയുണ്ടായി, കർത്താവേ, ഈ വാക്കുകൾക്ക്, ഒരു ഭക്തന്റെ വായിൽ നിന്ന് വരുന്ന അനുഗ്രഹ വാക്കുകൾക്ക് ഇത്രയേറെ ശക്തിയുണ്ടെങ്കിൽ, ഇത്രമാത്രം, ആമേൻ, മുൻപോട്ടുള്ള ജീവിതത്തെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാക്കി തീർക്കുവാൻ കഴിയുമെങ്കിൽ, ആമേൻ, സ്തോത്രം, അവനിൽ നിന്ന് വരുന്ന ശാപവും എவ்விധത്തിലായിരിക്കും. ആമേൻ. കേൾക്കണമേ, ആമേൻ, സ്തോത്രം, തിരിച്ചറിയുക. ആമേൻ. ഇന്ന് അനേകർ ശാപത്തിൻ കീഴിലായി പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ചുറ്റുപാടുകളിൽ ആത്മീയ വിശ്വാസത്തിൽ നിൽക്കുന്ന കുടുംബങ്ങൾക്കകത്തുള്ള വ്യക്തികൾ, തലമുറകൾ, അവർ അനേകർ അനുഗ്രഹിക്കപ്പെടുന്നതിന് പകരം ശാപത്തിന് അടിപ്പെടുന്നത് കാണുവാനായി കഴിയും. അവൻ ചിന്തിച്ചാൽ നമുക്കുത്തരം വ്യക്തമായി മനസ്സിലാക്കുവാനായി കഴിയും. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്നവൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയും അവൻ്റെ വാക്കുകളിലൂടെ ശാപവാക്കുകളെ കേട്ടുമാണ് അനേകർ ശാപത്തിന് ഇരയായിത്തീരുന്നത്. അമേൻ. പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുന്ന, അമേൻ, ആ പ്രാർത്ഥിക്കുന്ന, മധ്യസ്ഥ വഹിക്കുന്ന മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം, ശുശ്രൂഷകരാകാം, അമേൻ, അവരെ അറിഞ്ഞോ അറിയാതെയോ കരയിച്ച് അനേകർ ശാപത്തിന്
സ്തോത്രം ശാപത്തിന് കീഴ്പ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. നമുക്ക് ശാപത്തിന് കീഴ്പ്പെടുന്നവരായിട്ടല്ല, അനുഗ്രഹത്തെ പ്രാപിക്കുന്നവരായി മാറാം. ആമേൻ, സ്തോത്രം. കേൾക്കുന്ന അനുഗ്രഹ വാക്കുകൾക്ക് ശക്തിയുണ്ട്. യാക്കോബിന്റെ അനുഗ്രഹ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അത് ആമേൻ യാക്കോബിന്റെ കടിപ്രദേശത്തു നിന്ന് ഉത്ഭവിച്ച് മിസ്രയീമിലെ അടിമത്തത്തിൽ പിടിക്കപ്പെട്ടു പോയതിനെ വലിയൊരു ജാതിയാക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ തീരത്തെ മണൽ തരി പോലെയും വർദ്ധിപ്പിക്കുവാനുള്ള ശക്തിയേറിയത് തന്നെയാണ്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് അവസരം കിട്ടുമ്പോഴൊക്കെയും അനുഗ്രഹിപ്പീൻ. നോക്കൂ, ഈ സഹാർ എന്ന വാക്കിന്റെ അർത്ഥം ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സഹാർ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം തരുന്ന കൂലി. ആമേൻ. ലേയ എന്ന ഭക്തയായ സ്ത്രീക്ക് ദൈവം നൽകിയ കൂലിയാണ് ആമേൻ ഈ സഹാർ. വെറും കൂലിയല്ല, അല്ലെങ്കിൽ വെറും കഴുതയല്ല. വചനം പറയുന്നു അസ്ഥി ബലമുള്ള കഴുത. എന്നെ കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കാത്തിരിക്കുന്ന, ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയരെ, നിങ്ങളോട് സന്തോഷത്തോടെ പറയട്ടെ, ബലമുള്ളത് ദൈവം കൂലിയായി ഈ ദിവസങ്ങളിൽ തരും. ആമേൻ, സ്തോത്രം. നിന്റെ കാത്തിരിപ്പിന് അറുതി വരുവാൻ, നിന്റെ കണ്ണുനീരിന് അറുതി വരുവാൻ, നിന്റെ അലച്ചിലിന് അറുതി വരുവാൻ എന്തെങ്കിലും തരുമെന്നല്ല, പ്രയോജനമുള്ളത് കൂലിയായി എൻ്റെ ദൈവം തരും. ആമേൻ. ഉപകാരപ്പെടുന്നത് കൂലിയായി എൻ്റെ ദൈവം തരും. നിന്റെ ഇന്നത്തെ അവസ്ഥ മാറ്റുവാൻ ഉതകുന്നത്, ഇന്നത്തെ സാഹചര്യം മാറ്റുവാൻ ഉതകുന്നത്, നിന്റെ കണ്ണുനീർ ഒപ്പുവാൻ ഉതകുന്നത്, നിന്റെ മുൻപോട്ടുള്ള ജീവിതമേറിയ ശ്രേഷ്ഠകരമായ അനുഭവമായി മാറുവാനുള്ളത് എൻ്റെ ദൈവം തരും. അതേ, ലേയയ്ക്ക് കൂലി നൽകിയ ദൈവം, പ്രാർത്ഥിക്കുന്ന പ്രിയരെ, നിങ്ങൾക്കും നിശ്ചയമായും അവൻ കൂലി നൽകി. ആമേൻ. വെറും കൂലിയല്ല. ആമേൻ. ലേയയ്ക്ക് കിട്ടിയ കഴുതയെ കുറിച്ച് വചനം പറയുന്നു, അവൻ വെറും കഴുതയല്ല, അസ്ഥി ബലമുള്ള കഴുത. അതേക്കുറിച്ച് വഴി നമുക്ക് ധ്യാനിക്കാം. ആമേൻ. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. വളരെ ശ്രദ്ധയോടെ, വളരെ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. ആമേൻ. കഴുത എന്ന വാക്ക് കേൾക്കുമ്പോൾ പൊതുവെ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ബഹുജനത്തിന്റെ ഉള്ളിലെത്തുന്ന ഒരു ചിത്രമുണ്ട്. എന്താണ്? അത്ര പോരാത്ത ഒരു ജീവി. ആമേൻ. കഴുത എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്ത എന്താ? അത്ര പോരാത്ത ഒരു ജീവി. ഇനി നമുക്കൊരുവന് ബുദ്ധിയില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ആമേൻ, അവന് ബുദ്ധിയില്ല എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കപ്പെടുന്ന ആ പേര്, ആമേൻ, അതാണ് കഴുത. ആമേൻ. നമ്മുടെ ഗതികേടിനെ സൂചിപ്പിക്കുവാൻ പലപ്പോഴും, ആമേൻ, സ്തോത്രം, നമ്മൾ ഉപയോഗിക്കുന്ന ജീവിത പേരാണ് കഴുത. കഷ്ടതയേറുമ്പോൾ, വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ പറയും, ഒരു കഴുതയെ പോലെ ഞാനിങ്ങനെ ആയിപ്പോയല്ലോ. ഇനി യഹൂദനെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകാടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ കഴുത ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവിയാണ്. എന്ന് വെച്ചാൽ, ആമേൻ, പ്രയോജനമില്ലാത്ത, ഭക്ഷ്യയോഗ്യമല്ലാത്ത, മാംസത്തോടു കൂടിയ ജീവി. ആമേൻ. ശ്രദ്ധിക്കണമേ, ഇതാരെ കുറിച്ചാണ് പറയുന്നത്? കഴുതയെ കുറിച്ചാണ്. ആമേൻ. ഇസ്ഹാർ, ആമേൻ, അസ്ഥി ബലമുള്ള കഴുത, അഥവാ ദൈവം ലേയയുടെ പ്രാർത്ഥനയ്ക്ക് നൽകിയ കഴുതയെ കുറിച്ച് തന്നെ മുൻപോട്ട് ചിന്തിച്ചു വന്നാട്ടെ. ആമേൻ, സ്തോത്രം. ഈ ചിന്ത, ആമേൻ, സ്തോത്രം, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. ദൈവം തരുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവം തരുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു പ്രശ്നം ഇതാണ്: ദൈവം തരുന്നതിനെ ലോകപ്രകാരം നമ്മൾ വിലയിരുത്തുവാനായി തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മൾ പ്രാർത്ഥിച്ചും ഉപവസിച്ചും, അല്ലെങ്കിൽ ദൈവം നമുക്ക് തരുന്നത് ഏത് വിധത്തിലായാലും ദൈവം നമുക്ക് തരുന്നതിനെ നമ്മൾ ലോകപ്രകാരം വിലയിരുത്തുവാനായി തുടങ്ങും. അങ്ങനെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും, കഴുതയെ പോലെ പ്രയോജനമില്ലാത്തതാണ് ദൈവം നമുക്ക് തന്നത്. ആമേൻ. ദൈവം നമുക്ക് തന്നതുകൊണ്ട് ലോകപ്രകാരം നമ്മൾ കണക്ക് കൂട്ടിയാൽ അത്ര പ്രയോജനം ഉള്ളത് അല്ല. ആമേൻ, സ്തോത്രം. നോക്കൂ, ഒരിക്കൽ ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശത്ത് വെള്ളപ്പൊക്കം സർവ്വസാധാരണമായ, എല്ലാ സീസണിലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ വെള്ളപ്പൊക്കമുണ്ടാകും. അതിനൊപ്പം തന്നെ വെള്ളപ്പൊക്കം തന്നെ അനുഗ്രഹമായി ആ ഗ്രാമവാസികൾ അനുഭവിക്കാറുണ്ട്. കാരണം വെള്ളപ്പൊക്ക സമയത്ത് ആ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന നദിയിൽ ധാരാളം, ആമേൻ, മൃഗങ്ങളും ആടുമാടുകളും പശുക്കളും ഇങ്ങനെ പല പല വിലയേറിയതായ ജന്തുക്കളും ജീവികളും സാധനങ്ങളും ഒക്കെ ഒഴുകി വരും. ആമേൻ. അങ്ങനെ ഈ വെള്ളപ്പൊക്ക സീസണിലാണ് അവർക്കൊരു ബോണസ് കിട്ടും പോലെ ഇതൊക്കെ ശേഖരിച്ച് അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് വേണ്ടി മാറ്റിവെക്കുവാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ഭവനത്തിനകത്ത് വിശ്വാസികളായ ഒരു മാതാവും ഒരു പിതാവും 2 മക്കളും അവരും പ്രാർത്ഥിച്ചു കാത്തിരുന്നു. വെള്ളപ്പൊക്ക സമയത്ത് ദൈവം ഞങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമേറിയ ചിലത് തരും. ആമേൻ. വെള്ളത്തിലൂടെ ഞങ്ങളുടെ അടുക്കലേക്ക് വിലയേറിയ ആടുകളെയോ മാടുകളെയോ മറ്റ് വസ്തുവകകളെയോ ഒഴുക്കി തരികയും ഞങ്ങളത്, ആമേൻ, ശേഖരിച്ച് അടുത്തൊരു വർഷം സമൃദ്ധിയായി ജീവിക്കുകയും ചെയ്യും. അവരങ്ങനെ
അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി പതിവ് പോലെ ആമേൻ മഴയുടെ സമയം വന്നു. സന്തോഷത്തോടെ എല്ലാവരും അവരവരുടെ ടെറിട്ടറികളിലേക്ക് എത്തി. ആമേൻ. ഓരോരുത്തർ നേരത്തെ ബുക്ക് ചെയ്തു. ഈ സ്ഥലത്ത് ഞാൻ ആയിരിക്കും ഇറങ്ങുന്നത്, ഇവിടെ വരുന്നതിനൊക്കെ ഞാൻ പിടിച്ചെടുക്കും, അങ്ങനെ പറഞ്ഞ് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഈ കുടുംബവും ആമേൻ മഴയത്ത് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, വെള്ളത്തിലൂടെ വരുന്നത് പ്രാപിക്കുവാൻ വേണ്ടി. അങ്ങനെ മഴ തുടങ്ങി, വെള്ളം പൊങ്ങി തുടങ്ങി, ഓരോ സാധനങ്ങളായി വെള്ളത്തിലൂടെ ഒഴുകി വരുവാൻ തുടങ്ങി. ആട്ടുകുട്ടികൾ വരുവാൻ തുടങ്ങി, മറ്റു പശുക്കൾ, മറ്റു പല പല ജീവജാലങ്ങളും ഒഴുകി വരുവാൻ തുടങ്ങി. വിലയേറിയ വസ്തുക്കൾ ഒഴുകി വരുവാൻ തുടങ്ങി, മരങ്ങൾ ഒഴുകി വരുവാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തർ തങ്ങളുടെ ടെറിട്ടറിക്കകത്ത് വരുന്നതിനൊക്കെ പിടിച്ച് തങ്ങളുടെ ഭവനത്തിന്റെ മുറ്റത്ത് കൊണ്ടിട്ട് അവകാശം ഉറപ്പിച്ച് സന്തോഷിക്കുവാനായി തുടങ്ങി. ആമേൻ. ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഈ കാത്തിരുന്ന കുടുംബത്തിനും അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെതായ ഒരു സമയമെത്തി. അവരുടെ ആ ടെറിട്ടറിയിലേക്ക് ഒരു സാധനം ഒഴുകി വന്നു. ആ വെള്ളപ്പൊക്കത്തിൽ അവർ വളരെ പ്രതീക്ഷയോടെ ചാടി നീന്തി അത് പിടിച്ചെടുത്തു. കരയ്ക്കടുപ്പിച്ചപ്പോൾ അവർ വല്ലാതെ നിരാശപ്പെട്ടു പോയി. ഒരു പൊളിഞ്ഞ ചങ്ങാടം. ആമേൻ. ഒരു പൊളിഞ്ഞ ചങ്ങാടമാണ് അവർക്ക് കിട്ടിയത്. അവരുടെ സന്തോഷത്തോടുള്ള ചാട്ടം കണ്ടും അവർ തിരികെ കൊണ്ടുപോയത് കണ്ടിട്ടും ഒപ്പമുള്ളവരൊക്കെ പരിഹസിച്ച് ചിരിക്കുവാനായി തുടങ്ങി. ഇവർ ഇത്ര പ്രാർത്ഥിച്ച് കാത്തിരുന്നിട്ടും ഇവർക്ക് കിട്ടിയത് പൊളിഞ്ഞ ചങ്ങാടമാണല്ലോ. ഇരുമ്പ് പാത്രങ്ങൾ കിട്ടിയില്ല, ആമേൻ സ്തോത്രം, മറ്റു ജീവജാലങ്ങളെ കിട്ടിയില്ല, വിലപിടിപ്പുള്ളതൊന്നും കിട്ടിയില്ല. പിന്നെയും അവർ കാത്തിരുന്നു. 3-4 ദിവസങ്ങൾ തുടർച്ചയായി മഴ പെയ്തു. ഇവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു. ഒപ്പം മറ്റുള്ളവരുടെ കളിയാക്കുവാനായി തുടങ്ങി. ഇവർക്ക് വേറെ ഒന്നും കിട്ടിയില്ല, മറ്റുള്ളവർക്കൊക്കെ ഒത്തിരി കിട്ടുകയുണ്ടായി. ആമേൻ. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ വർഷവും തങ്ങളെ ചതിച്ചു, ഈ വർഷവും ദൈവം തങ്ങളെ പറ്റിച്ചു, തങ്ങൾക്കൊന്നും ദൈവം തന്നില്ല, നല്ലതൊന്നും ദൈവം തന്നില്ല. അങ്ങനെ മഴ തോരേണ്ട സമയമായി. എന്നാൽ പതിവിന് വിപരീതമായി മഴ തോരേണ്ട സമയത്ത് മഴ തോർന്നില്ല. പിന്നെയോ തകർത്ത് പെയ്യുവാനായി തുടങ്ങി. പതിവിൽ നിന്ന് വ്യത്യസ്തമായി മഴ തകർത്ത് പെയ്യുവാനായി തുടങ്ങി. ദിവസം കൂടി മഴയുടെ ആമേൻ അളവ് കൂടി. ആമേൻ. വെള്ളപ്പൊക്കം ഉപയോഗപ്പെടുന്നതിൽ നിന്ന് മാറി. ആമേൻ. അത് ഉപദ്രവിക്കുന്നതായി മാറി. വീടുകളിലേക്ക് വെള്ളം കയറുവാൻ തുടങ്ങി. ഇതൊരു ഉൾനാടൻ ഗ്രാമമാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരുന്നത് പാടാണ്. എല്ലാവരും കരയുവാൻ തുടങ്ങി, എല്ലാവരും നിലവിളിക്കുവാനായി തുടങ്ങി. അവർ ചേർത്ത് വെച്ച ആ സമ്പാദ്യങ്ങളൊക്കെ വീണ്ടും വെള്ളം ഉയർന്നപ്പോൾ അതൊക്കെ ഒഴുകി പോകുവാനായി തുടങ്ങി. എന്നാൽ കേൾക്കണമേ, എല്ലാവരും പ്രാണഭയത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ തങ്ങൾക്ക് കിട്ടിയത് പൊളിഞ്ഞ ചങ്ങാടമാണല്ലോ, ദൈവം ഞങ്ങളെ ഈ വർഷവും പറ്റിച്ചല്ലോ എന്ന് ചിന്തിച്ചായിരുന്ന ആ കുടുംബം സന്തോഷത്തോടെ പൊളിഞ്ഞ ആ ചങ്ങാടത്തിൽ കയറി കരപറ്റി അവരുടെ ജീവിതം നിലനിർത്തി. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് പകലിലും സന്തോഷത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, തരുന്നത് വലുതോ ചെറുതോ എന്നല്ല, ദൈവമാണ് തരുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം നിശ്ചയമായും രക്ഷപ്പെടും. ആമേൻ. ലോകപ്രകാരമുള്ള കണക്കെടുപ്പിൽ ഒരുപക്ഷേ നിങ്ങൾ തള്ളപ്പെട്ടു പോയേക്കാം. മറ്റുള്ളവർക്ക് ആമേൻ സ്തോത്രം പറഞ്ഞു ചിരിക്കുവാനോ പരിഹസിക്കുവാനോ കളിയാക്കുവാനോ ഉള്ള ഒരു വിഷയമായി നിങ്ങൾ മാറിയേക്കാം. എന്നാൽ കേൾക്ക്, ദൈവമാണ് തരുന്നതെങ്കിൽ നിശ്ചയമായും അത് നിങ്ങളുടെ രക്ഷയ്ക്ക് കാരണം. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ തിരിച്ചറിയുക, ദൈവം തരുന്നതിനെ ആമേൻ സ്തോത്രം ലോകപ്രകാരം നിങ്ങൾ വിലയിരുത്തരുത്. ലോകപ്രകാരം വിലയിരുത്തിയാൽ ആമേൻ ഒത്തിരി നാളുകൾ ആമേൻ ഒരുത്തൻ മരുഭൂമിയിൽ കൊണ്ട് നടന്ന് അവൻ ചെത്തു തുടങ്ങിയ ഒരു വടിയാണ് ആമേൻ ഫറവോന്റെ മുൻപിൽ വീണ് അവന്റെ സിംഹാസനത്തെ ഇളക്കുവാൻ ഇടയായി തീർന്നത്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ സ്തോത്രം. ആമേൻ. ലോകത്തിലേക്ക് നോക്കിയാൽ കാക്ക വിലയില്ലാത്തതാണ്, തിന്നാൻ പറ്റാത്ത ജീവിയാണ്. എന്നാൽ അവിധത്തിലൊരു കാക്കയിലൂടെയാണ് ദൈവം ഭക്തനെ പോഷിപ്പിച്ചത്. ആമേൻ. ലോകപ്രകാരം ചിന്തിച്ചാൽ വിധവയുടെ ഭവനം ദാരിദ്ര്യത്തിന്റെയും കഷ്ടതയുടെയും ഇല്ലായ്മയുടെയും ഭവനമാണ്. എന്നാൽ കാത്തിരുന്ന ഭക്തന് സമൃദ്ധി നൽകിയത് അവിധത്തിലൊരു ഭവനത്തിലൂടെ ആണ്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, മരക്കുരിശു പറയത്തക്ക പേരില്ലാത്തതാണ്. എന്നാൽ ഇന്ന് നമ്മുടെ വിശ്വാസത്തിന് കാരണമായ നസ്രയന്റെ ഉയർപ്പിന് കാരണമായി മാറിയത് മരക്കുരിശാണ്. മറന്നു പോകരുതേ. നിങ്ങൾക്ക് വിലയില്ലാത്തതെന്ന് എണ്ണുന്ന നിങ്ങൾ ഒരു പക്ഷേ വിലയില്ല എന്ന് പറഞ്ഞ് ലോകം മാറ്റി വയ്ക്കപ്പെടുന്നവരായിരിക്കും. കേൾക്ക്, നിങ്ങളെ വിലയുള്ളവരാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രയോജനമില്ലാത്തതിനെ ഒരിക്കൽ കൂടി പറയട്ടെ, ലോകത്തിന്റെ കണക്കെടുപ്പിൽ പ്രയോജനമില്ല എന്ന് പറഞ്ഞ് തള്ളപ്പെട്ടു പോയതിനെ എൻ്റെ ദൈവത്തിന് നിശ്ചയമായി പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിയും. നോക്കിയേ, കഴുതയുടെ പ്രത്യേകത എന്താണ്? കഴുതയുടെ പ്രത്യേകത, ഒന്നാമതായി, കഴുത യജമാനന്റെ ഭാരം ചുമക്കുന്നവനാണ്. ആവർത്തിച്ച് പറയട്ടെ, ദൈവം തരുന്ന കൂലി നിന്റെ മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം
തക്കവണ്ണം നിന്റെ ഭാരം ചുമക്കും. ആമേൻ. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഇന്ന് ആമേൻ സ്തോത്രം, ദൈവം തന്ന ആ മക്കളെ കുറിച്ച്, ദൈവം തന്ന ഭർത്താവിനെ കുറിച്ച്, ദൈവം തന്ന ഭാര്യയെ കുറിച്ച്, ദൈവം തന്ന പ്രിയപ്പെട്ടവരെ കുറിച്ച് ലോകപ്രകാരം വിലയിരുത്തി നമ്മൾ ഇങ്ങനെ വിലപിക്കാറുണ്ട്, പരിതപിക്കാറുണ്ട്. എൻ്റെ ആശ്വാസമായി മാറേണ്ടവൻ, എനിക്ക് കരുത്ത് പകരേണ്ടവൻ, കരുത്ത് പകരേണ്ടവൾ, എനിക്കൊപ്പം നിൽക്കേണ്ടവൾ ഇന്നിതാ എനിക്ക് പിന്നെയും ഭാരമായി ബാധ്യതയായി തീർന്നിരിക്കുന്നു. കേൾക്ക്. ആമേൻ. അവൻ നിന്റെ ചുമട് ചുമക്കും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അവനെ ദൈവം നിനക്ക് തന്നു എങ്കിൽ, നിന്റെ തലമുറയെ ദൈവം നിനക്ക് തന്നു എങ്കിൽ, നിന്റെ ഭർത്താവിനെ ദൈവം നിനക്ക് തന്നു എങ്കിൽ, നിന്റെ ഭാര്യയെ ദൈവം നിനക്ക് തന്നു എങ്കിൽ, നിന്റെ ഭാരത്തെ അവൻ ചുമക്കും. ഓ യേശുവിൻ നാമത്തിൽ ഇനിയും ഭാരം വഹിച്ച് നീ തളർന്നു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ആ ജോലി ദൈവമാണ് നിനക്ക് തന്നതെങ്കിൽ നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിൽ ആ ജോലി നിന്നെ വഹിക്കും. ആ നന്മകൾ ദൈവമാണ് തന്നതെങ്കിൽ, ആ വിദ്യാഭ്യാസം ദൈവമാണ് തന്നതെങ്കിൽ, ആ ശുശ്രൂഷ ദൈവമാണ് തന്ന. ഓ റാധേരേ ശന്താർഗൻ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ലോകത്തിന് അവർ കഴുതയായിരിക്കാം. ആവർത്തിച്ച് പറയട്ടെ. ആമേൻ. ലോകത്തിന് നിന്റെ മക്കൾ കഴുതയായിരിക്കാം, ലോകത്തിന് നിന്റെ ഭർത്താവ് കഴുതയായിരിക്കാം, ലോകത്തിന് നിന്റെ പ്രിയപ്പെട്ടവരും നിന്റെ വിദ്യാഭ്യാസവും നിന്നിലുള്ളതൊക്കെ കഴുതയെ പോലെ ആയിരിക്കാം. പക്ഷേ കേൾക്കണമേ, ദൈവമാണ് ആ കഴുതയെ തന്നതെങ്കിൽ നിശ്ചയമായും ആ കഴുത നിന്നെ ചുമക്കും. ഹല്ലേലൂയ, സ്തോത്രം. നോക്കൂ, കഴുതയുടെ അടുത്തൊരു പ്രത്യേകത എന്നെ ഏറെ സന്തോഷിപ്പിച്ച കാര്യമാണ്. ആമേൻ. പണ്ട് കാലത്ത് ഒത്തിരി മൃഗങ്ങളുണ്ട്. ഓരോ കൊട്ടാരത്തിലും ഓരോ രാജധാനിയിലും ഓരോ രാജാവിനും ഒത്തിരി മൃഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മൃഗമാണ് കുതിര. ആമേൻ. സ്തോത്രം. ഈ കുതിരകൾ സ്തോത്രം പഴയ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയുടെ അടിസ്ഥാനമാണ്. മിസ്രയീം എന്തുകൊണ്ടാണ് ശക്തന്മാരുടെ നാടായി മാറിയതെന്ന് പറഞ്ഞാൽ അവിടെ കുതിരയും അവിടെ ഇരുമ്പ് രഥങ്ങളും ഉണ്ട്. അത്രമാത്രം ശക്തിയുടെ ആമേൻ പ്രതീകമായി കുതിരകളെ കാണുവാൻ കഴിയും. അങ്ങനെ ഒത്തിരി ജീവജാലങ്ങൾ. ആമേൻ. ശലോമോന്റെ പുസ്തകം വായിക്കുമ്പോൾ കുരങ്ങും മയിലും മാനും തവളയും പോത്തും കഴുതയും ഒക്കെ കൊട്ടാരങ്ങളുടെ ചുറ്റുപാടും വളർത്തിയിരുന്നതായി കാണുവാനായിട്ട് കഴിയും. എന്നാൽ കഴുതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വചനം പറയുന്നു, കഴുത ആമേൻ രാജാവിന്റെ വാഹന മൃഗമാണ്. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്ത് വരുന്നു. ആമേൻ. സ്തോത്രം. കഴുത ആമേൻ രാജാവിന്റെ വാഹനമാണ്. കഴുതയ്ക്ക് കുതിരയെ പോലെ ഓടുവാൻ കഴിയത്തില്ല. കഴുതയ്ക്ക് മറ്റ് ജീവജാലങ്ങളെ പോലെ മറ്റുള്ളതൊന്നിനെയും ആക്രമിക്കുവാൻ കഴിയത്തില്ല. പക്ഷേ കഴുതയ്ക്ക് രാജാവിന് യാത്രാ വാഹനമായി മാറുവാനായിട്ട് കഴിയും. ആമേൻ. ആവർത്തിച്ച് പറയട്ടെ. ആമേൻ. യേശുവിന് ചുമൽ കൊടുക്കുന്ന തലമുറകൾ ഈ വർഷം എഴുന്നേൽക്കും. യേശുവിൻ നാമത്തിൽ. ആലയത്തിനകത്തു നിന്ന് യേശുവിന് ചുമൽ കൊടുക്കുന്ന, യേശുവിനെ ചുമക്കുന്ന കഴുതകൾ എഴുന്നേൽക്കും. ഓ റാധാര ശഖ റദരേ ശന്ധാരകന. 2021 അവന്റെ പേര് കഴുതയാണ്. 2020 അവന്റെ പേര് കഴുതയാണ്. 2022 23 24 കഴുതയാണ്. കേൾക്ക്. ആ കഴുതകൾ യേശുവിനെ ചുമക്കുവാൻ പോകുക. ആ കഴുതകളിൽ യേശു സഞ്ചരിക്കുവാൻ പോകുക. ഓ ഷാറിയാധാര ശഖ റദരേ ശന്ധാർഗൻ യേശുവിൻ നാമത്തിൽ. ആമേൻ. കുതിരകളിലല്ല, ആമേൻ, ബലമുള്ളതിലും പേരുള്ളതിലുമല്ല. യേശു ആമേൻ നിന്റെ ഭവനത്തിലെ തള്ളപ്പെട്ട ചില കഴുതകളിലേറി സഞ്ചരിക്കുവാൻ പോകുക. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ആവർത്തിച്ച് പറയട്ടെ. ലോകത്തെ ചുമക്കുന്നവൻ ആമേൻ ഈ ദിവസങ്ങളിൽ യേശുവിനെ ചുമക്കുവാനായി തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, ദൈവദാസനെ അതെങ്ങനെ സാധ്യമായി തീരും? ലോകത്തെ ചുമക്കുന്നവൻ ലോകത്താൽ പിടിക്കപ്പെട്ടവനാണല്ലോ, ലോകത്താൽ ബന്ധിക്കപ്പെട്ടവനാണല്ലോ, അവൻ പല നിലകളിൽ ബന്ധിക്കപ്പെട്ടായിരിക്കുന്നുവല്ലോ. എന്നാൽ കേൾക്കണമേ, ആ ബന്ധനങ്ങളെ അഴിച്ച് ലോകം കെട്ടിയ കെട്ടുകളെ പൊട്ടിച്ച് ലോകത്തെ ചുമക്കുന്നവന്റെ പുറത്തു കയറി യേശു യാത്ര ചെയ്യുവാൻ എത്ര പേർക്ക് അത് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്? ആമേൻ. ഓ സ്തോത്രം. ലോകം കെട്ടിയ, മധ്യത്തിൽ കെട്ടിയ കെട്ടിനെ പൊട്ടിച്ച്, ലഹരികളിൽ കെട്ടിയ കെട്ടിനെ പൊട്ടിച്ച്, കൂട്ടുകെട്ടുകളിൽ കെട്ടിനെ പൊട്ടിച്ച്, ആമേൻ മനുഷ്യന് പിശാചും കെട്ടിയ കെട്ടുകളെ പൊട്ടിച്ച് നിന്റെ തലമുറയുടെ മേൽ, നിന്റെ ഭർത്താവിന് മേൽ, നിന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ യേശു യാത്ര ചെയ്യുവാൻ പോകുക. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നോക്കിയേ, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവൻ. ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ കെട്ടഴിച്ചു കൊണ്ടുവരുവേൻ. അവയെ കെട്ടഴിച്ചു കൊണ്ടുവരുവേൻ. കാരണം അവയെ യേശുവിന് ആവശ്യമുണ്ട്. യേശുവിന് ആവശ്യമുള്ളവനെ ഇനിയും കെട്ടി ബന്ധിക്കുവാൻ പിശാചിന് കഴിയത്തേയില്ല. യേശുവിന് ആവശ്യമുള്ളതിനെ,
ആവർത്തിച്ച് പറയട്ടെ, യേശുവിന് ആവശ്യമുള്ളതിനെ ഇനിയും ബന്ധിച്ചിടുവാൻ പിശാചിന് കഴിയത്തില്ല. ആ ബന്ധനങ്ങളെ അഴിക്കുവാൻ യേശു ആളയച്ചിട്ടുണ്ട്. ആ കെട്ടുകളെ പൊട്ടിക്കുവാൻ, തലമുറകളെ കെട്ടിയ, കുടുംബനാഥന്മാരെ കെട്ടിയ യേശുവിൻ നാമത്തിൽ യേശുവിന് സഞ്ചരിക്കേണ്ടതിനെ കെട്ടി ബന്ധിച്ച കെട്ടുകളെ അഴിക്കുവാൻ അവരെ യേശുവിന് ആവശ്യമുള്ളത് കൊണ്ട്, ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിന്റെ തലമുറകളെ യേശുവിന് ആവശ്യമുള്ളത് കൊണ്ട്, ശുശ്രൂഷക നിന്റെ തലമുറ യേശുവിന് ആവശ്യമുള്ളത് കൊണ്ട്, സഹോദരി നിന്റെ തലമുറ യേശുവിന് ആവശ്യമുള്ളത് കൊണ്ട് ഇനിയും അവരെ കെട്ടി ബന്ധിക്കുവാൻ ഒരുത്തനും കഴിയത്തേ ഇല്ല. ആ കെട്ടുകളെ അഴിക്കുവാൻ യേശു ആളയക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നോക്കിയേ, ആ മൂന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 21:3 മത്തായിയുടെ സുവിശേഷം തന്നെ, നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യം ഉണ്ട് എന്ന് പറവീൻ, തൽക്ഷണം അവൻ അവയെ അയക്കും. ആമേൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശു പറയുന്ന ഒരു കാര്യം, ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ, ആമേൻ, പിന്നെയും ഒരു അവകാശവാദം കിടക്കുന്നുണ്ടെങ്കിൽ, പിന്നെയും ഒരു അവകാശം, ഒരു ബന്ധനമായി, ഒരു ബാധിപ്പായി കിടക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, യേശു പറയുക, ഇവനെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മതി, ഉടനെ അവനെ അയക്കും. ആമേൻ. ലോകത്തിനല്ല, യേശുവിന് നിന്റെ തലമുറകളെ ആവശ്യമുണ്ടെന്ന് പറയ്. ആമേൻ. ഇനി പിശാചിന് അവരെ പിടിച്ചു വയ്ക്കുവാൻ, ഇനി പിശാചിന് അവരെ ബന്ധിക്കുവാൻ കഴിയത്തേ ഇല്ല. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ബന്ധിച്ചൊതുക്കിയത് മനുഷ്യനാകട്ടെ, പിശാചാകട്ടെ, ഇന്ന് പകലും വിളിച്ചു പറയേ, പിശാചേ, അവൻ നിനക്കുള്ളവനല്ല, അവൻ എൻ്റെ യേശുവിനുള്ളവനാണ്. പിശാചേ, എൻ്റെ മകൾ നിനക്കുള്ളവനല്ല, അവൻ യേശുവിനുള്ളവളാണ്. പിശാചേ, എൻ്റെ മകൾ എൻ്റെ കർത്താവിന് പ്രയോജനപ്പെടുവാനുള്ളവനാണ്. പിശാചേ, എൻ്റെ നന്മകൾ മദ്യശാലയിൽ തീരുവാനുള്ളതല്ല. പിശാചേ, എൻ്റെ നന്മകൾ ആശുപത്രിയിൽ തീരുവാനുള്ളതല്ല. പിശാചേ, എൻ്റെ നന്മകൾ ലോകപ്രകാരമുള്ള കൂത്തുകാഴ്ചകളിൽ തീരുവാനുള്ളതല്ല. അത് യേശുവിന് ചുമക്കുവാനുള്ളതാ. എൻ്റെ നന്മയെ യേശുവിന് ആവശ്യമുണ്ട്, എൻ്റെ തലമുറകളെ യേശുവിന് ആവശ്യമുണ്ട്, എൻ്റെ ആരോഗ്യത്തെ യേശുവിന് ആവശ്യമുണ്ട്, എന്നെ യേശുവിന് ആവശ്യമുണ്ട്. വിളിച്ചു പറയേ, ഇനിയും പിടിച്ചു വയ്ക്കുവാൻ ഒരു പന്ന പിശാചിന് കഴിയത്തില്ല. സഹോദര, നിന്റെ ജോലിയെ യേശുവിന് ആവശ്യമുണ്ട്. ഓ നിന്റെ വിദ്യാഭ്യാസത്തെ യേശുവിന് ആവശ്യമുണ്ട്. ആർക്കും ആമേൻ താല്പര്യമില്ലാത്ത നിന്റെ ശബ്ദത്തെ, നിന്റെ വായ എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. വായടയ്ക്കുവാൻ ലോകം പറയും. ആമേൻ, സ്തോത്രം. കേൾക്കണമേ, ആ ബന്ധനത്തെ അഴിച്ച് കർത്താവ് അനേകർക്ക് വേണ്ടി ആമേൻ നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നു. ആമേൻ, സ്തോത്രം. അപ്പോൾ സിമ്പിളാണ്, അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആമേൻ. ആ സ്തോത്രം. ലോകവും പിശാചും പിടിച്ചു വച്ചിരിക്കുന്നതിന് നോക്കി പറ, പിശാചേ, ഇത് നിനക്കുള്ളതല്ല, ഇത് യേശുവിനുള്ളതാണ്. ആമേൻ. ഇത് നിനക്കുള്ളതല്ല, യേശുവിനുള്ളതാണ്. പലരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്കുള്ളത്, എനിക്കുള്ളത്. നിനക്കുള്ളതെങ്കിൽ പിശാച് അതിനെ വിട്ടു തരത്തില്ല. അവൻ പറയും, നിനക്ക് തരത്തില്ല. നീ പറയും, ഇത് യേശുവിനുള്ളതാണ്. ആമേൻ. നീ പറയും, ഈ തൊഴിൽ യേശുവിനുള്ളതാണ്, ഈ നന്മ യേശുവിനുള്ളതാണ്, ഈ അനുഗ്രഹങ്ങൾ യേശുവിനുള്ളതാണ്, എൻ്റെ തലമുറകൾ യേശുവിനുള്ളതാണ്, എൻ്റെ ഭവനം യേശുവിനുള്ളതാണ്, എൻ്റെ ശബ്ദം യേശുവിനുള്ളതാണ്, എൻ്റെ ആരോഗ്യം യേശുവിനുള്ളതാണ്, എൻ്റെ നന്മകൾ യേശുവിനുള്ളതാണ്. വിളിച്ചു പറയ്. ആമേൻ, സ്തോത്രം. അവനെ ബന്ധിക്കുവാൻ, അവന് മേൽ അവകാശം പറയുവാൻ, ആമേൻ, ഒരു പന്ന പിശാചിനും കഴിയത്തേ ഇല്ല. തീർന്നില്ല. 21:9 വരുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണമേ, മുന്നും പിന്നും നടന്ന പുരുഷാരം. ആമേൻ. ദാവീദ് പുത്രൻ ഹോശന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന എന്ന് ആർത്തുകൊണ്ടേയിരുന്നു. ആമേൻ, സ്തോത്രം. നോക്കിയേ, കഴുത കേൾക്കുന്ന ശബ്ദം മാറുകയാണ്. ആമേൻ. കഴുത കേട്ടുകൊണ്ടിരുന്ന ശബ്ദം എന്താണ്? ബുദ്ധിയില്ലാത്തത്, ഗതിയില്ലാത്തത്, പ്രയോജനമില്ലാത്തത്. ആമേൻ. ഈ കഴുത കെട്ടപ്പെട്ട് കിടന്ന കഴുതയാ. ആമേൻ. ഒന്ന് കെട്ടഴിച്ചു വിടുവാൻ പോലും, താൻ ആഗ്രഹിക്കുന്നിടത്ത് ഒന്ന് കൊണ്ടെത്തിക്കുവാൻ പോലും ആരുമില്ലാത്ത വിധത്തിൽ കെട്ടപ്പെട്ട് കിടന്ന കഴുത. ആമേൻ. അപമാന വാക്കുകളും നിന്നാ വാക്കുകളും കേട്ട് മടുത്ത കഴുത. ആമേൻ. പക്ഷെ ആ കഴുതയുടെ ആമേൻ സാഹചര്യം, അനുഭവം മാറുവാനായി തുടങ്ങി. അവൻ കേട്ടത് കൊണ്ടിരുന്നത് അവന്റെ എക്സ്പീരിയൻസ് മാറുവാനായി തുടങ്ങി. ഇന്ന് ഈ സമയവും എന്നെ കേൾക്കുന്ന പ്രിയരെ, ചില കഴുതകളുടെ ആമേൻ, സ്തോത്രം, അവരുടെ എക്സ്പീരിയൻസും അനുഭവവും മാറുവാൻ പോകുക. ഈ പകലിലും എത്ര പേർക്ക് വിശ്വാസത്തോടെ വിളിച്ചു പറയുവാൻ കഴിയും, എൻ്റെ എക്സ്പീരിയൻസ് യേശുവേ, ഞാനൊരു കഴുതയാ, നിന്ന കേട്ട് മടുത്ത കഴുതയാ, അപമാനിക്കപ്പെട്ട കഴുതയാ, ഉപദ്രവിക്കപ്പെട്ട കഴുതയാ. നീ എൻ്റെ എക്സ്പീരിയൻസ് മാറ്റുന്ന കൃപയ്ക്കായി, ഞാൻ കേൾക്കുവാൻ പാടില്ലാത്തത് കേട്ട് കരഞ്ഞ രാത്രികൾക്ക് യേശുവേ ഇന്ന് അറുതി
വരുത്തുന്ന കൃപയ്ക്കായി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ആമേൻ. ചില കഴുതകളുടെ അനുഭവത്തെ എൻ്റെ ദൈവം മാറ്റുക, ചില കഴുതകളുടെ എക്സ്പീരിയൻസിനെ ദൈവം മാറ്റുക. കേൾക്കണമേ, മുന്നും പിന്നും നടന്നവർ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. ആ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മുന്നും പിന്നും നടന്ന പുരുഷാരം. മുന്നും പിന്നിൽ നടന്ന പുരുഷാരം. മുന്നിൽ നിന്ന് പരിഹസിച്ചവരുണ്ട്, മുന്നിൽ നിന്ന് കളിയാക്കിയവരുണ്ട്, മുന്നിൽ നിന്ന് ഒറ്റപ്പെടുത്തിയവരുണ്ട്, മുന്നിൽ നിന്ന് നിന്ദിച്ചവരുണ്ട്. നമുക്കറിയാം ആരൊക്കെയാണ് നിന്ദിക്കുന്നത്, ആരൊക്കെയാണ് പരിഹസിക്കുന്നത്, ആരൊക്കെയാണ് കളിയാക്കുന്നത്, ആരൊക്കെയാണ് ഉപദ്രവിക്കുന്നത്. പക്ഷെ പിന്നിലുമുണ്ട് ഒരു കൂട്ടം. ആമേൻ. അവരെ നമുക്ക് അറിയത്തില്ല, പണി മാത്രമേ കിട്ടത്തുള്ളൂ. ആമേൻ. ആമേൻ. കിട്ടുന്നുണ്ട്, എവിടെ നിന്നൊക്കെയോ പണി വരുന്നുണ്ട്. ആമേൻ. ആവശ്യം കൂടാതെ കരയുന്നുണ്ട്. ആമേൻ. എല്ലാം ഡെയിലി അതേത് സമയത്ത് കിട്ടുന്നുണ്ട്. ആരെന്ന് അറിയത്തില്ല. ആമേൻ. ആരൊക്കെയോ പണി തരുന്നുണ്ട്, ആരെന്ന് അറിയുന്നില്ല. എന്നാൽ കേൾക്ക്, അറിഞ്ഞും അറിയാതെയും ഇന്നലകൾ നിനക്ക് വിരോധമായി പറഞ്ഞവർ നിന്റെ നാമത്തോടുകൂടെ യേശുവിന്റെ പേര് ചേർത്ത് ഉച്ചരിക്കുവാൻ പോകുക. ദാവീദ് പുത്രൻ ഹോശന്ന എന്ന് ആ കഴുതയുടെ ചെവി കേൾക്കെ ശബ്ദം ഉയർന്നുവെങ്കിൽ പരിഹസിച്ചവരും മുൻപിൽ നിന്നും പിൻപിൽ നിന്നും നിനക്ക് വിരോധമായി അപവാദങ്ങളെ പറഞ്ഞ് നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതികൾ ഒരുക്കി നിന്നെ നിന്ദിച്ചവർ, ആമേൻ, നിന്റെ മുൻപിൽ, ആമേൻ, യേശുവിന്റെ നാമത്തോട് ചേർത്ത് നിന്റെ നാമം പറയുന്ന യേശുവിന്റെ സ്തുതി സ്തോത്രങ്ങൾ നിന്റെ സ്തോത്രം ചെവികളിൽ വീഴുന്ന നല്ല ദിവസങ്ങളെ 2025 എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ തരുവാൻ പോകുക. ഇനി തെറിവിളിയല്ല, യേശുവിന് സ്തോത്രം എന്ന ശബ്ദം നീ നിന്റെ ചെവിയിൽ കേൾക്കുവാൻ പോകുക. ഇനി അപമാന വാക്കുകളല്ല, ഇനി നിന്ന വാക്കുകളല്ല, ഇനി ഗതികേടിന്റെ വാക്കുകളല്ല, ഇനി അപമാനത്തിനോ ഉപദ്രവിച്ചവർ മുൻപും പിൻപും നിന്ന് ഹോശന്ന പാടുവാൻ പോകുക. മുൻപും പിൻപിൽ നിന്ന് ദൂതാവർത്തിച്ച് പറയട്ടെ, ചില ഭവനങ്ങൾക്കകത്തേക്ക് നിന്നെ ആനയിച്ച്, ആമേൻ, ചിലർ കൊണ്ടുപോകുവാൻ പോകുക. കഴുതേ, ആമേൻ, ചില ഭവനങ്ങൾക്കകത്തേക്ക് യേശുവുള്ള നിന്നെ ചില ഭവനങ്ങൾക്കകത്തേക്ക് സ്തോത്രം ചിലർ ആദരിച്ച്, ചിലർ ആനയിച്ച്, നിന്നെ അപമാനിച്ച, നിന്നെ നിന്ദിച്ച, പിന്നിൽ നിന്ന് ആ കൂട്ടത്തിൽ നീ ശബ്ദം മാത്രം കേട്ടവർ, മുൻപിൽ നീ കണ്ണുകൊണ്ട് കണ്ട് കരഞ്ഞവർ, അതെ, അവർ ആനയിച്ച് ചില ഭവനങ്ങൾക്കകത്തേക്ക് സ്തോത്രം ചില റൂമുകളിലേക്ക്, ആമേൻ, സഹോദര സഹോദരി, നീ ജോലി ചെയ്യുന്ന രാജ്യത്ത് ഇന്നലകളിൽ നിന്നെ അപമാനിച്ചവർ അവരുടെ റൂമിനകത്തേക്ക് നിന്നെ ക്ഷണിക്കുവാൻ പോകുക. കളിയാക്കുവാനല്ല, പരിഹസിക്കുവാനല്ല, നിന്റെ മുൻപിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥനയ്ക്കായി തലകുനിക്കുവാൻ. യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വേഗത്തിൽ ഇസ്ഹാറിലേക്ക് നമുക്ക് തിരികെ വരാം. ആമേൻ. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 49:15 വാക്യം വായിക്കുമ്പോൾ അവിടെ വിധത്തിൽ കാണുവാനായിട്ട് കഴിയും: വിശ്രമം നല്ലതെന്നും ദേശം ഇമ്പമുള്ളതെന്നും കണ്ടു. അവൻ ചുമടിന് ചുമൽ കൊടുത്തു, ഊഴിയത്തിന് ദാസനായി തീർന്നു. ഊഴിയ വേല. ആമേൻ. ബൈബിളിൽ ഊഴിയം, ആമേൻ, തമിഴ്നാട്ടിൽ ഭാഗങ്ങളിൽ നമ്മളായതുകൊണ്ട് നമുക്കറിയാം, ഊഴിയം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വേലയാണ്. ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ വേല, കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവൻ ആണ്, ആമേൻ, ലേയയ്ക്ക് കൂലിയായി കിട്ടിയ കഴുത. ആമേൻ. കൂലിയായി കിട്ടുന്നത് കഴുതയോ പോത്തോ എരുമയോ എന്തോ ആയിക്കൊള്ളട്ടെ, അത് ദൈവം തരുന്നതാണെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവനായി തീരും. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ ബൈബിൾ വായിച്ചു പരിചയമുള്ള നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇത് വെറുതെ പറയുന്നതാണ്. നോക്കൂ, അല്ല. ആമേൻ. അവൻ കൈ കൊടുത്തത്, ആമേൻ, ഈ സഹാർ കൈ കൊടുത്തത്, ചുമൽ കൊടുത്തത് ദൈവവേലയ്ക്കാണ്. ആവർത്തനം 27:12 നിങ്ങൾ യോർദാൻ കടന്ന ശേഷം ജനത്തെ അനുഗ്രഹിപ്പാൻ ഗെരിസീം പർവ്വതത്തിൽ നിൽക്കേണ്ടുന്നവർ ശിമയോൻ, ലേവി, യഹൂദ, ഇസഹാർ, യോസേഫ്, ബെന്യാമീൻ, അവർ കയറി നിന്ന് താഴ്വരയിൽ, ആമേൻ, വെട്ടുകിളി കൂട്ടം പോലെ നിറഞ്ഞിരിക്കുന്ന ജനത്തെ അനുഗ്രഹിക്കുവാനായി തുടങ്ങും. നിന്റെ കഴുതകൾ, നിന്റെ ഭവനത്തിലെ കഴുതകൾ ഉയർന്ന സ്ഥാനങ്ങളിൽ നിന്ന് താഴ്വരയിൽ വെട്ടുകിളി കൂട്ടം പോലെ തിങ്ങി നിറഞ്ഞിരിക്കുന്നതിനെ അനുഗ്രഹിക്കുവാനായി തുടങ്ങും. ഇന്നത്തെ കഴുത നാളെ സ്റ്റേജിൽ നിന്ന്, ആമേൻ, സ്തോത്രം, താഴെ, ആമേൻ, സ്തോത്രം, ദൈവത്തിലേക്ക് നിലവിളിക്കുന്ന ജനത്തെ അനുഗ്രഹിക്കുവാനായി തുടങ്ങും. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നോക്കിയേ, ആമേൻ, കഴുത ജനത്തെ അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലായി. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഈ 31 ദിവസം, ആമേൻ, പൂർണ്ണമായി ഉപവസിച്ചവരുണ്ട്, ഭാഗികമായി ഉപവസിച്ചവരുണ്ട്. എങ്കിലും, ആമേൻ, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചതും അറിയിക്കാതെയുമായി ഉപവസിച്ച ഒത്തിരി പേരുണ്ട്. എല്ലാവരെയും മുൻനിർത്തി, ആമേൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പറയട്ടെ, ഉപവസിച്ച നിങ്ങളിൽ 90% പ്രാർത്ഥിച്ചത് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയായിരിക്കും. ആമേൻ. അതുകൊണ്ടാണ് ഫെബ്രുവരി മാസത്തിന്റെ 1-ാമത്തെ ആഴ്ചയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ
കർത്താവിന് പറയുവാനുള്ളത്. ആ കഴുതയൊക്കെ ആമേൻ ഉയരത്തിൽ നിന്ന് ജനത്തെ അനുഗ്രഹിക്കുവാൻ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അമേൻ. അവരെ അമേൻ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നതിനെ അവൻ ദേശത്തിനും സ്തോത്രം കുടുംബങ്ങൾക്കും അനുഗ്രഹമാക്കി അമേൻ സ്തോത്രം ദൈവം നിർത്തി. അമേൻ. വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവനെ നോക്കൂ. ആ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവനെ കുറിച്ച് ബൈബിൾ പറയുന്നു. ഉൽപ്പത്തി 49:14 അവൻ തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്നു. അർത്ഥം അവൻ സമൃദ്ധിയിൽ എല്ലാ കരുതലും ഉള്ളയിടത്ത്. എവിടെയാണ് ആമേൻ? വയലിലാണോ എല്ലാ സമൃദ്ധിയും ഉള്ളത്? ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും അവിടെ ഗോതമ്പോ മുന്തിരിയോ യവമോ നിറയെ ഉള്ളത് കൊണ്ട് അവിടെയാണ് സമൃദ്ധി. നോ നോ നോ. അവൻ പാടത്തല്ല സമൃദ്ധി, പോകുന്ന വഴിയിലല്ല സമൃദ്ധി, പിന്നെയോ തൊഴുത്തിലാണ് സമൃദ്ധി. കാരണം അവിടെ യജമാനന്റെ കരുതലുണ്ട്. തന്റെ മൃഗത്തിന് വേണ്ട യജമാനന്റെ കരുതലുണ്ട്. നീ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവരാണെങ്കിൽ, എന്നെ കേൾക്കുന്ന സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നീട്ടുന്നവരാണെങ്കിൽ, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് നിൽക്കുന്നവരാണെങ്കിൽ, ആമേൻ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതലുണ്ട്. ആ കരുതലുകളുടെ മധ്യത്തിൽ യേശുവിൻ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ. നിനക്കായി ഒരുക്കിയിരിക്കുന്ന കരുതലുകളുടെ മധ്യത്തിൽ നീ കിടക്കും. ആമേൻ. ചുമൽ കൊടുക്കുന്ന നീ ആമേൻ ആ കരുതലുകളുടെ മധ്യത്തിൽ ആ സമൃദ്ധിയിൽ നീ കിടക്കും. ആമേൻ സ്തോത്രം. എൻ്റെ ദൈവം വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവനെ അവന്റെ തലമുറയെ അനുഗ്രഹമായി തീരുവാൻ വേണ്ടത് കരുതും. ആമേൻ ഹല്ലേലൂയ. അവന്റെ കുടുംബം അനുഗ്രഹമായി തീരുവാൻ വേണ്ടത് ദൈവം കരുതും. അവന്റെ മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരുവാൻ വേണ്ടത് ദൈവം കരുതും. ആമേൻ സ്തോത്രം. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ. ആമേൻ. വേലയ്ക്ക് ഊഴിയത്തിന് ചുമൽ കൊടുക്കുന്ന, കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്ന. അപ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലരും ചിന്തിച്ചേക്കാം, എനിക്ക് ഇതുപോലൊരു അവസരമില്ല, ഇതുപോലൊരു പ്ലാറ്റ്ഫോം ഇല്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവിന്റെ വേല ആമേൻ പ്രസംഗിക്കുക മാത്രമല്ല, ആമേൻ, കർത്താവിന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നവന് പ്രതിഫലമുണ്ടെന്ന് ഈ വേദപുസ്തകം വിളിച്ചു പറയുന്നുണ്ട്. ആമേൻ. അത് പ്രാപിച്ച ഒത്തിരി പേരെ ഞങ്ങൾക്ക് അറിയാം. ആമേൻ സ്തോത്രം. ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് തളർന്നിരിക്കുന്നവർക്ക് ആശ്വാസമായി മാറുവാൻ ഒരു വചനം പറയുന്ന ശുശ്രൂഷ ആയിരിക്കാം നിങ്ങൾക്കുള്ളത്. ഒരുപക്ഷെ ബലഹീനപ്പെട്ടായിരിക്കുന്ന ഒരുവനെ ആശ്വസിപ്പിക്കുവാൻ അവന്റെ കരത്തിൽ പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുവാനുള്ളൊരു ശുശ്രൂഷ ആയിരിക്കാം നിങ്ങൾക്കുള്ളത്. ഒരുപക്ഷെ കർത്താവിന്റെ നാമത്തെ പാടി മഹത്വപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷ ആയിരിക്കാം, ബൈബിൾ വായിക്കുവാനുള്ള ഒരു ശുശ്രൂഷ ആയിരിക്കാം, ആലയത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാനുള്ള ശുശ്രൂഷ ആയിരിക്കാം. എനിക്കറിയത്തില്ല. എന്തെങ്കിലും കർത്താവിന്റെ നാമം ഉയരുന്ന എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ആമേൻ സ്തോത്രം അത് ഊഴിയത്തിന് ചുമൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള കരുതലുകൾ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവിധത്തിലുള്ള ഒത്തിരി സഹോദരന്മാർ പ്രൈസർ ഫാമിലിക്കൊപ്പമുണ്ട്. പ്രത്യേകിച്ച് അവൻ ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു സഹോദരി വിദേശത്ത് താമസിക്കുന്നു. അവൻ പ്രിയ സഹോദരി ഒത്തിരി നാളുകളായി പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ള സഹോദരിയാണ്. ആ സഹോദരി സ്തോത്രം തനിക്കൊപ്പമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ മെസ്സേജുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒരുപാട് ആത്മീയമായി മുന്നേറ്റത്തിൽ നിൽക്കുന്ന ഒരു സഹോദരിയാണ്. അവിടെ ഒരു ട്യൂഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. കേൾക്കണമേ, ആ സഹോദരി ആമേൻ സ്തോത്രം ഒത്തിരി നാളുകളായി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരിയാണ്. പ്രാർത്ഥന തുടങ്ങിയ സമയത്ത് ആ സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് അറിയിച്ച ഒരു പ്രാർത്ഥനാ വിഷയം തൻ്റെ ഒരു സ്നേഹിതന്, സുഹൃത്തിന് വേണ്ടിയാണ്. താൻ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ തിരികെ പോരേണ്ട അവസ്ഥയിൽ വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുന്നു. ആ സഹോദരി പ്രാർത്ഥനാ വിഷയം അറിയിച്ചു. ആ സഹോദരനെ ആശ്വസിപ്പിച്ചു. ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളുമായി ചേർന്ന് പ്രാർത്ഥിച്ചു. മെസ്സേജുകൾ ഷെയർ ചെയ്തു. പറയട്ടെ, വേഗത്തിൽ ആ സഹോദരന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഇന്ന് അനുഗ്രഹീതമായ ജോലിയിൽ ആ സഹോദരൻ ആയിരിക്കുന്നു. ഒപ്പം പറയേണ്ട ഒരു കാര്യമുണ്ട്. ആ സഹോദരി ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവദാസനെ ആമേൻ, ആ സഹോദരി ഇതുവരെ താൻ പ്രാർത്ഥനാ വിഷയമായിട്ട് അറിയിച്ച പ്രാർത്ഥനകൾക്കൊന്നും മറുപടി കിട്ടിയില്ല. ആ സഹോദരി പറയുന്ന ഒരു കാര്യം അതാണ്, ദൈവദാസനെ സ്തോത്രം, എന്നെ എൻ്റെ ദൈവത്തിന് അറിയാം. ഞാൻ എത്ര പ്രതിസന്ധി വന്നാലും എൻ്റെ ദൈവത്തെ വിട്ടുമാറില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് ഇതുവരെയും ആമേൻ മറുപടി കിട്ടാൻ താമസം. എന്നെ ദൈവം ഏറെ സ്നേഹിക്കുന്നത് കൊണ്ട് ആമേൻ എൻ്റെ ദൈവത്തിന് അറിയാം, അല്പം കാത്തിരിക്കേണ്ടി വന്നാലും ഞാൻ ഇട്ടിട്ട് പോകത്തേ ഇല്ല. ആമേൻ. ആ രാജ്യത്ത് തളർന്ന അനേകരെ ആമേൻ ശുശ്രൂഷിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന ശുശ്രൂഷ ആ സഹോദരി ചെയ്യുന്നു. ഇതുപോലെ ഒത്തിരി
പേർ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. മൈക്ക് പിടിച്ച് പ്രസംഗിക്കുന്നതല്ല, പാടുന്നതല്ല, ആമേൻ, മറ്റെന്തെങ്കിലും ചെയ്യുന്നതല്ല. കർത്താവിൻ്റെ നാമം ആമേൻ തളർന്നിരിക്കുന്നവൻ്റെ മുമ്പിൽ പറയുവാൻ കഴിയുമെങ്കിൽ അത് കർത്താവിൻ്റെ വേലയാണ്. നീ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് തന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവരാണ്. ദൈവിക കരുതലുകളുടെ മധ്യത്തിൽ നിങ്ങളെ കിടക്കുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതം, നിങ്ങളുടെ തലമുറകളുടെ ജീവിതം, നിങ്ങളുടെ ഭാവി അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ആ കരുതലുകളിൽ നിങ്ങളെ കിടത്തുന്നവർ ഉണ്ട്. ആമേൻ. ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഇറങ്ങിയ സമയത്ത് അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രസംഗികന്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞതാണ്, ഞാനൊരു കഴുതയാണ്, ആമേൻ, പക്ഷേ ഞാൻ എൻ്റെ യേശുവിന് മാത്രമേ എൻ്റെ ചുമൽ ആമേൻ കുനിച്ചു കൊടുക്കത്തുള്ളൂ, അല്ലാതെ ഒരുത്തനും എൻ്റെ ചുമലിൽ കയറി ഇരിക്കാമെന്ന് വിചാരിക്കേണ്ട. അന്ന് എന്നെ ഏറെ സന്തോഷിപ്പിക്കുകയും എന്നെ ആമേൻ ഒത്തിരി സ്തുതിപ്പിക്കുകയും ചെയ്ത വാക്യമാണ്. എന്നാൽ വേലയിലിറങ്ങി ഈ ദിവസങ്ങളിലായിരിക്കുമ്പോൾ എനിക്കറിയാമെന്നുള്ളൊരു കാര്യമുണ്ട്. ആമേൻ, യേശുവിന് ചുമൽ കൊടുക്കുവാൻ നമുക്ക് മനസ്സോടെ കഴിയും. ആമേൻ. ലോകം ചോദ്യം ചോദിക്കാതെ നമ്മളെ ചവിട്ടി താഴ്ത്തിയിട്ട് മണ്ടയിൽ കയറിയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. കാരണം കഴുത അതാണ്. ഓ താങ്ക് യു ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലായില്ല. ആമേൻ. കഴുത എന്ന് എന്തുകൊണ്ടാണ് പറയുവാൻ കാരണം? കഴുതയ്ക്ക് കഴുത എന്ന പേര് വരുവാനുണ്ടായ കാരണം നിങ്ങൾക്കറിയാമോ? ഒരു കഥയുണ്ട്, ഞാൻ പറഞ്ഞു തരാം. പണ്ട് ഈ കഴുത എന്ന് പറയുന്നത് 4 കാലും 1 വാലും നീണ്ട തലയുമുള്ള ഒരു ജീവിയായിരുന്നു. ആമേൻ. അങ്ങനെ ഈ ജീവി മറ്റു ചില ജീവികൾക്കൊപ്പം ഒരു യജമാനന്റെ വീട്ടിൽ പാർത്തു വരികയായിരുന്നു. ആ വീട്ടിൽ കുതിരയുണ്ട്, പട്ടിയുണ്ട്, മറ്റൊത്തിരി ജീവജാലങ്ങളുണ്ട്. അതിനേക്കാളും ഒരു യജമാനനും യജമാനത്തിയുമുണ്ട്. അപ്പോൾ സ്തോത്രം, നിങ്ങൾ ശ്രദ്ധിക്കണമേ. അപ്പോൾ പതിവ് പോലെ നമ്മുടെയൊക്കെ വീട് പോലെ തന്നെയാണ് ആ വീടും. സ്തോത്രം, കറിയിൽ ഉപ്പില്ലെങ്കിൽ ആമേൻ, ഒരു മുടി കിടന്നാൽ, മറ്റെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ യജമാനൻ ആമേൻ ഭാര്യയെ സ്തോത്രം കഠിനമായി ശകാരിക്കും. ആമേൻ. കഠിനമായ ശകാരവാക്ക് ദാസന്മാരുടെ മധ്യത്തിൽ കേൾക്കുമ്പോൾ യജമാനത്തിക്ക് സങ്കടം വരും. സങ്കടം വന്ന് യജമാനനെ കൈവയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് യജമാനത്തി പതുക്കെ വെളിയിലിറങ്ങും. വെളിയിലിറങ്ങി നോക്കുമ്പോൾ കഴുത പുല്ല് തിന്നുകൊണ്ട് നിൽക്കും, അല്ലെങ്കിൽ കുതിര പുല്ല് തിന്നുകൊണ്ട് നിൽക്കും, പട്ടി കൊടുത്ത എച്ചിൽ തിന്നുകൊണ്ട് നിൽക്കും. പട്ടിയെ കുറേ പ്രാവും, മുടിഞ്ഞ പട്ടി. ഈ പട്ടി കെട്ടിക്കേറി വന്ന അന്ന് മുതലാണ് ഈ വീട്ടിനകത്ത് പ്രശ്നമെന്ന് പറഞ്ഞ് പ്രാകുവാൻ തുടങ്ങും. പട്ടിയാണ്, ബുദ്ധിയുള്ള ജീവിയാണ്, നോക്കി വെച്ചിരിക്കും. കുറെ കഴിയുമ്പോൾ ദേഷ്യം കൂടും. 2 കിട്ടിയ ഓർമ്മ പുതുക്കുവാനായി, അല്ലെങ്കിൽ ആ വിഷമം തീക്കുവാനായി യജമാനത്തി എന്ത് ചെയ്യും? പട്ടിക്കിട്ടൊരു ചവിട്ട് കൊടുക്കും. പട്ടി നല്ലതുപോലെ ഒരു കടിയും കൊടുക്കും. ആമേൻ. സ്തോത്രം. പട്ടിയാണ്, വിടത്തില്ല. ആമേൻ. അങ്ങനെ പട്ടിയോടുള്ള ഉപദ്രവം നിർത്തി പിന്നെയും അടുത്ത ദിവസം പതിവ് സ്ഥിതി ആവർത്തിച്ചു. യജമാനൻ വന്നു. യജമാനന് വീട്ടിലെ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല, ദേഷ്യപ്പെട്ടു. ഒന്ന് കിട്ടി. ആ ദേഷ്യത്തിൽ ഓടിപ്പോയി കുതിരയെ കുറെ പ്രാഗി. കുതിരയ്ക്കൊരു തൊഴി കൊടുത്തു. പിന്നാങ്കാലുകൊണ്ട് കുതിരയും നല്ലൊരു തൊഴി കൊടുത്തു. 4 ദിവസം യജമാനൻ എണ്ണയിട്ട് തടവിട്ട യജമാനത്തി എഴുന്നേറ്റതെന്ന് ചരിത്രം പറയുന്നു. ഏത് ചരിത്രം എന്ന് ചോദിക്കരുത്. ആമേൻ. കേൾക്കണമേ. ആമേൻ. ഇങ്ങനെ ആമേൻ യജമാനത്തിക്ക് ഒരു രക്ഷയുമില്ല. അങ്ങനെ ഒരു ദിവസം ആമേൻ സഹിക്കുവാൻ വയ്യാത്ത സാഹചര്യമെന്ന് യജമാനത്തി തൊഴുത്തിലേക്ക് വന്നു. നോക്കിയപ്പോൾ ഒരു ജീവി, 4 കാലും 1 വാലും നീണ്ട തലയുമുള്ള ഒരു ജീവി വാ തുറന്ന് അയവാട്ടിക്കൊണ്ട് നിൽക്കുന്നു. കുറേ പ്രാവി. ആ ജീവിക്ക് ഒരു മാറ്റവുമില്ല, ഒരു മൈൻഡുമില്ല. ആമേൻ. എന്നാൽ പിന്നെ കൊള്ളാമെന്ന് വിചാരിച്ച് 1 അടി കൊടുത്തു. ആമേൻ. സ്തോത്രം. ആ നിൽക്കുന്ന ജീവിക്ക് ഉണ്ടോ വല്ല മാറ്റവും? 1 കൊടുത്തു, 2 കൊടുത്തു. യജമാനത്തിയുടെ കലി തീരുന്നത് വരെ കൊടുത്തു. കഴുത അവൻ ആ ജീവി തുറന്ന വാ അടയ്ക്കാതെ ആ വാ വെച്ച് ചവച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് കഴുതയ്ക്ക് കഴുത എന്ന പേര് കിട്ടിയത്. ആമേൻ. എത്ര കിട്ടിയാലും കഴുതയ്ക്കൊരു ഭാവമാറ്റവുമില്ല. ആമേൻ. എത്ര കിട്ടിയാലും കഴുതയ്ക്കൊരു മാറ്റവുമില്ല. കാരണം വചനം പറയുന്നു കഴുത അസ്ഥിബലമുള്ളതാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കഴുതയുടെ ഒരു താടിയല് കൊണ്ടാണ് 1000 പേരുടെ തലമണ്ടയെ ശിംശോൻ അടിച്ചു പൊളന്നത്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേൻ, നീ ഊഴിയത്തിന്, നീ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയവളാണെങ്കിൽ ആമേൻ, 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 കാറ്റടിക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്ന അസ്ഥിയൊന്നും കൊണ്ട് പറ്റത്തില്ല. അസ്ഥിബലമുണ്ട്. കേൾക്ക്. എത്ര ചവിട്ടിയാലും, എത്ര കുത്തിയാലും, എത്ര വാരിയിട്ട് അടിച്ചാലും ആമേൻ സ്തോത്രം, നീ ഒടിഞ്ഞു പോകത്തില്ല. നിന്നെ കൊണ്ട് തകരേണ്ടത് തകരപ്പെടുക തന്നെ ചെയ്യും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ കഴുതയെ ദൈവം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇതാണ്. ആമേൻ. സ്തോത്രം. ഈ കഴുതയുടെ പ്രത്യേകത, നമ്മളൊക്കെ കഴുതമാരാ. ആമേൻ. ഞാൻ യേശുവിന് മാത്രമേ ചുമൽ കൊടുക്കൂ എന്ന് മസിൽ പിടിച്ചൊന്നും നിൽക്കാൻ പറ്റത്തില്ല. കുതിരയൊക്കെ അപ്പുറത്തുണ്ട്. മസിൽ സ്തോത്രമുള്ള, വേഗത്തിൽ ഓടുവാൻ കഴിയുന്ന, ഉപദ്രവിക്കുവാൻ കഴിയുന്ന മറ്റ് ജീവജാലങ്ങളുണ്ട്. യേശു തിരഞ്ഞെടുത്തത് ആമേൻ ഈ ജീവജാലങ്ങളെ ഒന്നുമല്ല. ആമേൻ. സ്തോത്രം. ഒരു പെൺ കഴുതയെയും അതിൻ്റെ കുട്ടിയെയുമാണ്. ആമേൻ. ഒരു പെൺ കഴുതയെയും അതിൻ്റെ കുട്ടിയെയുമാണ്. ആമേൻ. കുഞ്ഞുമായിട്ട് ആ സ്തോത്രം, ആ തളർന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു തള്ളക്കഴുതയെ യേശു തിരഞ്ഞെടുത്തു. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ലോകത്തിന് ബലഹീനരായിരിക്കാം, നിങ്ങളെ യേശുവിന് ആവശ്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളെ ആക്കിയിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന ഒരു സ്ഥാനമുണ്ടെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ലോകം നിങ്ങൾക്ക് തരുന്ന പേര് കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട.
ഹല്ലേലൂയ. ലോകം നിങ്ങളെ കളിയാക്കുമ്പോൾ, ലോകം നിങ്ങളെ പരിഹസിക്കുമ്പോൾ, ലോകം നിങ്ങളെ നിന്ദിക്കുമ്പോൾ, അയ്യോ ആമേൻ പ്രാർത്ഥിക്കാൻ വേണ്ടി നടക്കുന്നു, എന്നും ഉപവാസം, എന്നും ആരാധന, ആമേൻ ഇവനൊക്കെയാണോ? ആമേൻ ചില സമയങ്ങളിൽ ഞങ്ങളും ചിന്തിക്കും, ഇങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്ത് ആമേൻ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നതിലും ഭേദം പുറത്ത് മര്യാദയ്ക്ക് സ്തോത്രം തോന്നും പോലെ നടന്ന് കിട്ടുന്നത് വാങ്ങിയാലും കൊടുത്താലും അതൊരു ടാലിയാക്കാൻ പറ്റുമല്ലോ. പക്ഷേ കേൾക്കണമേ, ആമേൻ ലോകം നമുക്കൊരു സ്ഥാനം തന്നില്ല എങ്കിലും ദൈവം നമുക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഇസ്ഹാറിന് ദൈവം ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ആമേൻ. അത് കഴുതയാ, പക്ഷെ അനുഗ്രഹിക്കുന്ന കഴുതയാ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ കഴുതയാ, പക്ഷെ അനേകർക്ക് അനുഗ്രഹമായി മാറുന്ന കഴുതയാ, അനേകർക്ക് ആശ്വാസമായി മാറുന്ന കഴുതയാ, അനേകർക്ക് ബലമായി മാറുന്ന കഴുതയാ, അനേകരെ ബലപ്പെടുത്തുന്ന കഴുതയാ, യേശുവിനെ ചുമക്കുന്ന കഴുത. നിന്നെ കഴുതയെന്ന് വിളിച്ചവർക്ക് പോലും അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ആ കഴുതയ്ക്ക് ഒരു പദവിയുണ്ട്. ലോകം നമുക്ക് ആ വില തരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടാനൊന്നും പോണ്ട. ആമേൻ സ്തോത്രം. ദൈവം നമുക്കൊരു പദവി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതൊരു മാന്യതയാണ്. നോക്കൂ, ആ ഹോശന്ന ദിവസം, ആമേൻ സ്തോത്രം, ആ സ്തോത്രം പെസഹ ദിവസം ആ പദവി വെളിപ്പെടുക. ആമേൻ. യേശു മുകളിലിരിക്കുന്നു. യേശു മുകളിൽ ഇരുന്ന ഉടനെ ആമേൻ വഴിവക്കിലൊക്കെ ആമേൻ ഒലിവിൻ്റെ ഇലകളും വസ്ത്രങ്ങളും വിരിച്ച് ആമേൻ ഈ കഴുതയെ എതിരേൽക്കുവാനായിട്ട് തുടങ്ങി. ആമേൻ. ഈ മനുഷ്യന്റെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കണേ. ആമേൻ ഹല്ലേലൂയ. ആ ഗതികെട്ട അനുഭവത്തിൽ ദേശത്തെ നിനക്ക് മുമ്പിൽ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. നീ വേദപുസ്തകവും ചുമന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, നീ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും കർത്താവിന്റെ പിന്നാലെ നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ദേശം നിനക്ക് മുമ്പിൽ വഴി ഒരുക്കി തരുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിലേക്ക് ഒരുങ്ങിക്കോ. എന്റെ കർത്താവ് നിന്റെ മേൽ കയറും. ആമേൻ. ആ ദേശം വഴി ഒരുക്കും വിധത്തിൽ എന്റെ കർത്താവ് നിന്നെ നടത്തും. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. അപ്പേ കഴുതയുടെ സ്ഥാനം എവിടെയാ? ഈ സഹാർ എന്ന കഴുതയുടെ സ്ഥാനം തൊഴുത്തുകളുടെ മധ്യ അഥവാ ദൈവിക കരുതലിൽ. 49:15 പറയുന്നു, വിശ്രമം. ആമേൻ സ്തോത്രം. അർത്ഥം ആമേൻ അലച്ചിലിന് അറുതി വന്നു. അലച്ചിലിന് അറുതി വന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നവരാണെങ്കിൽ ആമേൻ തളർന്നും തകർന്നും നിങ്ങൾ ഒടുങ്ങി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നീ മടുത്ത് മരണത്തിനായി നിലവിളിച്ച് ഒടുങ്ങി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നോക്കൂ, അവിധത്തിൽ ആമേൻ ചുമൽ കൊടുത്ത ഒരു മനുഷ്യൻ, പേര് എലിയാവ്. രാജാക്കന്മാരുടെ പുസ്തകം 1-ാമത്തെ പുസ്തകം 19:4. ആമേൻ. ആ മനുഷ്യൻ കിടന്ന് വിളിക്കുകയാണ്, ദൈവമേ മതിയായി, എനിക്ക് മതിയായി, നശിച്ച ജീവിതം മതിയായി, നീ എന്നെ ഒന്ന് എട്. ആമേൻ. എൻ്റെ അപ്പനപ്പന്മാരൊന്നും നല്ലവന്മാരല്ല, ഞങ്ങളെല്ലാം കുഴപ്പക്കാരാ, നീ എൻ്റെ ജീവനെ ഒന്നിട്. ആരൊക്കെയോ കിടന്ന് നിലവിളിക്കുന്നുണ്ട്, എനിക്ക് മരിച്ചാ മതി, എനിക്കിങ്ങനെ ജീവിക്കണ്ട, എനിക്കിങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്യണ്ട, എനിക്കിങ്ങനെ കർത്താവിനൊപ്പം നിൽക്കണ്ട, എനിക്കിങ്ങനെ പാടണ്ട, എനിക്കിങ്ങനെ ആരാധിക്കണ്ട, എനിക്കിങ്ങനെ കർത്താവിനെ സ്തുതിക്കണ്ട, എനിക്ക് കർത്താവിന് വേണ്ടി നിൽക്കണ്ട, എനിക്ക് പ്രസംഗിക്കണ്ട, എനിക്ക് പ്രാർത്ഥിക്കണ്ട, എനിക്ക് കർത്താവിന്റെ നാമത്തെ ഉയർത്തണ്ട. കേൾക്ക്, നീ ആ മരണക്കിടക്കയിൽ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. മടുത്ത് അവൻ നീ നിലവിളിക്കുന്നിടത്ത് തളർന്നു പോകുവാൻ, തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. എൻ്റെ ദൈവത്തിന് അറിയാം. ആമേൻ. ഇവൻ നിലവിളിച്ചപ്പോൾ ഇവന്റെ ആവശ്യം മരണമല്ല എന്ന് ദൈവത്തിന് അറിയാം. നിങ്ങൾ കേൾക്കണമേ. അവൻ ശ്രദ്ധിച്ച് വേഗത്തിൽ പറഞ്ഞു നിർത്തട്ടെ. ആമേൻ. ആമേൻ സ്തോത്രം. ഏലിയാവ് നിലവിളിച്ചത് മരണത്തിന് വേണ്ടിയാണ്. ആമേൻ. ഏലിയാവ് പ്രിപ്പയർ ആയിട്ടാണ് ചൂരച്ചെടിയുടെ അടുക്കൽ പോയത്. കാരണം ഏലിയാവിന്റെ ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. അവനെ മാറ്റി നിർത്തി, ദൂരത്ത് നിർത്തിയിട്ടാണ് ഏലിയാവ് ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്നത്. ആമേൻ. യാഗപീഠത്തിൽ തീയിറക്കുവാൻ ശേഷിയുള്ള ഏലിയാവിനറിയാം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ഏലിയാവ് പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ ജീവനെ എടുക്കണമേ. വെൽ പ്രിപ്പയർ ആയിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആമേൻ സ്തോത്രം, ലെറ്ററൊക്കെ എഴുതി പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ആമേൻ സ്തോത്രം ഏലിയാവ് ചൂരച്ചെടിയുടെ ചുവട്ടിലെത്തിയത്. ഏലിയാവ് ചിന്തിച്ചതാണ്, ഇപ്പോൾ സ്വർഗം തുറക്കും, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങും. ആമേൻ സ്തോത്രം. ഞാനും ആമേൻ ഈ ചൂരച്ചെടിയും ഉൾപ്പെടെ കത്തിപ്പോകും. ആമേൻ. പ്രാർത്ഥന അതാണ്, ദൈവമേ എന്നെ കൊന്ന് തരയണമേ. ആമേൻ സ്തോത്രം. നിന്റെ വെളിവുകേടിൽ വിളിക്കുന്ന വിളിക്ക് മറുപടി തരുന്നവരല്ല എൻ്റെ ദൈവം. ആമേൻ ഹല്ലേലൂയ. പല പ്രാർത്ഥനയും വെളിവുകേടിൽ നിന്നുണ്ടാകുന്നത്, അതാ മറുപടി കിട്ടാത്തത്. ആമേൻ. ദൈവത്തിന് തന്നെ അറിയാം, ഒന്ന് മുഖം കഴുകി എഴുന്നേറ്റ് മര്യാദയ്ക്ക് ആമേൻ വല്ലതും കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ നിന്റെ ഈ പ്രാർത്ഥന മാറുമെന്ന്. അതാണ് ചിലതൊന്നും തരാത്തത്. ആമേൻ. ഹല്ലേലൂയ. പല പ്രാർത്ഥനയും ഇതുപോലെ ആവേശത്തിലുള്ള പ്രാർത്ഥനയാണ്. കൊല്ലണേ, ചാകണേ, മരിക്കണേ, വെടിവെക്കണേ. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. ഏലിയാവിന്റെ ആവശ്യം എന്താണെന്ന് ദൈവം മനസ്സിലാക്കി. ഏലിയാവ് ചോദിച്ചത് എന്താ? മരണം. ഏലിയാവിന്റെ ആവശ്യം എന്താ? വിശ്രമമാണെന്ന് ആര് മനസ്സിലാക്കി? ദൈവം മനസ്സിലാക്കി. ആമേൻ സ്തോത്രം. നോക്കൂ, വചനം പറയുന്നു, ആമേൻ സ്തോത്രം, അവന് ദൈവം വിശ്രമം നൽകി. അവൻ ഉണർന്നു നോക്കിയപ്പോൾ, 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ ഉണർന്നു നോക്കിയപ്പോൾ ദൈവം അവന് കനലിന്മേൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവും
തലയ്ക്കൽ വച്ചു കൊടുത്തു, ദൂതനെ അയച്ചു. ആമേൻ. അവനെ എഴുന്നേൽപ്പിച്ച് തീറ്റിപ്പിച്ചു. ആമേൻ. സ്തോത്രം. ഇന്നും ചിലർ തിന്നുകൊണ്ടിരിക്കുക. ആമേൻ. ആമേൻ. ദൈവത്തിന്റെ വചനം ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. എന്നിട്ട് ആമേൻ സ്തോത്രം ദൂതൻ പറയുക, ഇനി നീ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. ആമേൻ. അലാറം വെച്ചു കൊടുത്തില്ല, കൃത്യം 4 മണിക്ക് തന്നെ എഴുന്നേൽക്കണം, വേണ്ട, 40 ദിവസം കിടത്തി ഉറക്കി, നീ സുഖമായിട്ട് ഉറങ്ങിക്കോ. ആമേൻ. നീ ഇതുവരെ ചെയ്തതല്ല, ഇതിനപ്പുറം നീ ചെയ്യുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ചിലർക്ക് കർത്താവ് വിശ്രമം തരിക. വേലയ്ക്ക് ആമേൻ ചുമൽ കൊടുക്കുന്ന നിനക്ക് വിശ്രമം തരുന്ന ഒരു കർത്താവുണ്ട്. നീ മടുത്തും ക്ഷീണിച്ചും തളർന്നു പോകുവാൻ ഇടവരാത്ത വിധത്തിൽ നിനക്ക് വിശ്രമം തരുന്ന ഒരു കർത്താവ്. ആമേൻ. നിന്നെ തിരക്ക് കൂട്ടുമ്പോൾ ലോകം ആമേൻ സ്തോത്രം പല നിലകളിൽ തിരക്കുള്ളവനാക്കി നിന്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ വിശ്രമം തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. 40 ദിവസം പിന്നെയും വിശ്രമം നൽകി. എന്തിനാ? ആമേൻ സ്തോത്രം. ഹാസായേലിനെ എഴുന്നേൽപ്പിക്കുവാൻ, യേഹൂവിനെ എഴുന്നേൽപ്പിക്കുവാൻ, ഏലീശായെ എഴുന്നേൽപ്പിക്കുവാൻ. ആമേൻ. മരണത്തിന് വേണ്ടി വിളിക്കുന്ന നിനക്ക് മരണം ദൈവം തരാത്തത് നിന്റെ വാക്കിന് മുൻപിൽ നിന്ന് ഏലീശമാർ ദേശത്തിൽ എഴുന്നേൽക്കുവാൻ. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മരണത്തിനായി നിലവിളിക്കുന്ന, ഇനി മതിയെന്ന്, ഈ നശിച്ച ജീവിതം എനിക്ക് വേണ്ട, ഇങ്ങനെ ഒരു ശുശ്രൂഷ എനിക്ക് വേണ്ട, ഇങ്ങനെ എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട എന്ന് നിലവിളിക്കുന്ന സഹോദര സഹോദരി, ഏലീശാമാർ എഴുന്നേൽക്കുവാനുണ്ട്, യേഹൂമാർ എഴുന്നേൽക്കുവാനുണ്ട്, നിന്റെ മുൻപിൽ നിന്ന് ഹാസായേലുമാർ എഴുന്നേൽക്കുവാനുണ്ട്. ദേശത്തിലെ ഇസേബേലിയ മണ്ഡലങ്ങളോട് പടവെട്ടുന്ന ഇന്നലകളിൽ നീ ബാക്കി വെച്ച ദൗത്യത്തിന് പൂർത്തീകരണം. ഓ രാധാര ശഖരതരെ ശന്ധാർഗന, ഇന്നലകളിൽ നിന്നെ മരണത്തിനായി നിലവിളിക്കുമാറാക്കിയ അതേ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇസബേലിയ മണ്ഡലങ്ങളോട് യുദ്ധം ചെയ്യുന്ന ശക്തന്മാരെ, ഓ ഷാരാധി ആരാധന യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. നിന്റെ വാക്കിന് മുൻപിൽ, നിന്റെ വാക്കിന് മുൻപിൽ, നിന്റെ വാക്കിന് മുൻപിൽ ആമേൻ എന്റെ ദൈവം ചിലരെ ആമേൻ സ്തോത്രം ശക്തന്മാരെ എഴുന്നേൽപ്പിക്കും. ഇന്ന് നീ എന്തിനെ പ്രതിയാണോ, ആമേൻ, ഏത് വിഷയത്തിനെ പ്രതിയാണോ നീ മരണത്തിനായി നിലവിളിക്കുന്നത്, ഏത് വിഷയത്തിനെ പ്രതിയാണോ എനിക്കിത് പറ്റത്തില്ല, എനിക്കിത് വയ്യായേ, ഈ പാനപാത്രം നീക്കണമേ എന്ന് നിലവിളിക്കുന്നത്, ആ പാനപാത്രം നീ കുടിക്കുവാൻ കാരണമായി തീർന്നതിനോട് പടവെട്ടുവാൻ തക്കവണ്ണം ദേശത്തിലെ വ്യാപാരങ്ങളോട് പടപെട്ടുവാൻ, ദേശത്തിലെ പൈശാചിക മണ്ഡലങ്ങളോട് പടപെട്ടുവാൻ, അനേകരെ തകർത്ത് മുടിച്ചും കളയുന്ന, ഒത്തിരി പേരെ ഒന്നുമില്ലാതാക്കി തീർക്കുന്ന അനേകരോട് പടപെട്ടുവാൻ രാധാര ശക്തന്മാരെ എഴുന്നേൽക്കുവാൻ. നിന്റെ തളർന്ന, നിന്റെ ബലഹീനമായ കൈക്കും ശരീരത്തിനും കഴിയാത്തത് ശക്തി കൊണ്ടും ബലം കൊണ്ടും അഭിഷേകം കൊണ്ടും ചെയ്യുവാൻ കഴിയുന്ന ഒരു പുതിയ തലമുറ എഴുന്നേൽപ്പിക്കുവാൻ. നീ വേലയ്ക്ക് ചുമൽ കൊടുത്തുവെങ്കിൽ നിനക്ക് വിശ്രമം ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം തരുന്ന വിശ്രമം അതാണ്. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഓ സ്തോത്രം. ദൈവം കൊടുത്തതും ആമേൻ ഭക്ഷിച്ച് ഏലിയാവ് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ 40 ദിവസം വിശ്രമിച്ചു. ആമേൻ. 31 ദിവസം വിശ്രമിച്ചവരാണ് എനിക്കൊപ്പമുള്ള ഏറെ പേരും. ആമേൻ. അതിൽ ചില ദിവസങ്ങൾ വിശ്രമിച്ചവരാണ് എനിക്കൊപ്പമുള്ള ഏറെ പേരും. ആമേൻ. കേൾക്കണമേ, നിങ്ങൾ വിശ്രമിച്ചത് ശക്തന്മാരുടെ അടുത്ത തലമുറ എഴുന്നേൽപ്പിക്കുവാൻ. ഓ താങ്ക് യു ലോർഡ്. ഈ 31 ദിവസം നിങ്ങൾ ദൈവത്തിന്റെ വചനം ഭക്ഷിച്ച് ആമേൻ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത് ദൂതന്റെ ആശ്വാസ വാക്കുകൾ കേട്ട് നിങ്ങൾ വിശ്രമിച്ചത് ആമേൻ ശക്തന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടിയാ, ബലവാന്മാരെ എഴുന്നേൽപ്പ്. ഓ ഷാറിയ ധാര ശഖ ഹൃദയ ശന്ധാർഗൻ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയരെ, വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നത് വെറുതെ അല്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കഴുതമാരെ ദൈവത്തിന് ആവശ്യം, കുതിരയൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ആമേൻ. എത്ര ചവിട്ട് കൊണ്ടാലും, എത്ര അടി കൊണ്ടാലും, എത്ര നിന്ദിക്കപ്പെട്ടാലും, എത്ര അപമാനിക്കപ്പെട്ടാലും, എത്ര തലകുനിക്കപ്പെട്ടാലും വാ തുറന്ന് ചവയ്ക്കുവാൻ കഴിയുന്ന, ആമേൻ, അങ്ങനെ തന്നെ നോക്കി നിൽക്കുവാൻ കഴിയുന്ന കഴുതമാരെ എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്. ആമേൻ. എൻ്റെ രാജാവിന്, സൗമ്യനായ രാജാവിന്, യുദ്ധവീരനായ രാജാവിനല്ല, സൗമ്യനായ രാജാവിന് യാത്ര ചെയ്യുവാൻ കഴുതയെ നിന്നെ അവന് ആവശ്യമുണ്ട്. ആമേൻ. നീ അസ്ഥിബലമുള്ള കഴുത. ആമേൻ. അല്ലെങ്കിൽ നീ തകർന്നു പോയേനെ. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ആമേൻ. നമ്മളൊക്കെ നിൽക്കുന്നത് അസ്ഥിബലം ഉള്ളത് കൊണ്ടാണ്. ആമേൻ. നമ്മൾ കേട്ടതുപോലെ വേറെ ആരെങ്കിലും കേട്ടിരുന്നെങ്കിൽ ഒരു ഞാൻ കയറിൽ ആമേൻ കെട്ടി ഞാൻ ചത്തേനെ. ആമേൻ. ഇങ്ങനെ ഒരു ജീവിതമുണ്ടോ, ഇതിന് പകരം വീട്ടിയിട്ടല്ലാതെ അടങ്ങത്തില്ല എന്ന് കൊല്ലിനും കൊലവിളിക്കുമായി നമ്മൾ ഇറങ്ങിയേനെ. അങ്ങനെ ഇറങ്ങാത്തത് അസ്ഥിബലമുള്ളത് കൊണ്ടാണ്. കഴുത പറയും, കിട്ടിയത് കൊള്ളാം, ഇനിയും പോരട്ടെ, ഞാൻ റെഡിയാണ്. ആമേൻ. ഹല്ലേലൂയ. യജമാനത്തിയെ, നിന്റെ കലി അടങ്ങുന്നത് വരെ നീ തല്ലിക്കോ, എനിക്കതൊരു വിഷയം അല്ല.
അല്ലേ അല്ല. യജമാനത്തിയെ, നീ കണ്ട കുതിരയെ പോലെയും പട്ടിയെ പോലെയും അല്ല. എനിക്ക് നല്ല അസ്ഥിയുടെ ബലമുണ്ട്, എനിക്ക് നല്ല അസ്ഥിയുടെ ബലമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഊഴിയത്തിന് ചുമൽ കൊടുക്കുന്ന, വേലയ്ക്ക് ചുമൽ കൊടുക്കുന്ന കഴുതേ, നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തത് അസ്ഥിക്ക് ബലമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കഴുതയുടെ ഒരു താടിയെല്ലാം മതിയെന്നേ ഭക്തന് ഫെലിസ്ത്യനെ നിഗ്രഹിച്ചു കൂട്ടുവാൻ, അവനെ ഇല്ലാതാക്കി തീർക്കുവാൻ. കുന്നൊന്ന്, കുന്ന് രണ്ട്, കുന്ന് മൂന്നെന്ന് പറഞ്ഞ് കൊന്നു കൂട്ടുവാൻ. ആമേൻ, കഴുതയുടെ ഒരു പച്ച താടിയെല്ലാം മതി. ആമേൻ, അസ്ഥിക്ക് ബലമുള്ള ജീവി. ആമേൻ, ദൈവം തരുന്നത് അങ്ങനെ അസ്ഥിക്ക് ബലമുള്ളതിനെ തരത്തുള്ളൂ. ആമേൻ, സ്തോത്രം. അല്ലാതെ ഹൂവെന്ന് ഊതുമ്പോൾ പറന്നു പോകുന്നതിനൊന്നും ദൈവം നിനക്ക് മക്കളായിട്ട് തന്നിട്ടില്ല. ആമേൻ, കട്ടയ്ക്ക് എന്ത് പ്രശ്നം വന്നാലും പിടിച്ചു നിൽക്കുവാൻ പ്രാപ്തിയുള്ളതിനെ തന്നെയാണ്. അതിനൊക്കെ കർത്താവിന്റെ വേല ചെയ്യുവാൻ കഴിയത്തുള്ളൂ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പട്ടുമെത്തയിൽ നിന്ന് ഇറങ്ങി വന്നവന് പറ്റത്തില്ല, 5 സ്റ്റാർ അനുഭവത്തിൽ നിന്ന് ഇറങ്ങി വന്നവന് പറ്റത്തില്ല. ഭാരം ചുമന്ന് തളർന്നവന് നിന്നയും അപമാനവും ഒഴിവാക്കലും അനുഭവിച്ച് ഇനി എന്തിനൊരു ജീവിതമെന്ന് ചിന്തിച്ച് മരണത്തിനായി നിലവിളിക്കുന്നതിന്റെ തലമുറകൾക്ക് വേണ്ടി യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നോക്കിയേ, ആ അസ്ഥി ബലമുള്ള കഴുത അവൻ ദേശം ഇമ്പമുള്ളതെന്ന് കണ്ടു, ദേശം ഇമ്പമുള്ളതെന്ന് കണ്ടു. ആമേൻ, ഹല്ലേലൂയ. സന്തോഷം ദേശത്തിന് മധ്യത്തിൽ ദൈവം നിനക്ക് തരും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇസഹാർ അസ്ഥിബലമുള്ള കഴുതയായി അവൻ ഊഴിയത്തിന് ചുമൽ കൊടുത്തത് കൊണ്ട് ഇസ്രായേൽ മുഴുവൻ ഇമ്പദേശമായി മാറിയെന്നല്ല, അവൻ്റെ ദേശം ഇമ്പമുള്ളതായി തീർന്നു. ലോകം മുഴുവൻ മാറ്റുന്ന പരിപാടിയൊന്നും കുറിച്ചല്ല ഞാൻ പറയുന്നത്. നീ നിൻ്റെ ചുറ്റുപാടിൽ സന്തോഷത്തോടെ ജീവിക്കും. ഹല്ലേലൂയ. ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങളായിരിക്കാം. ആമേൻ. ഇന്ന് ഇതിനകത്ത് നിൽക്കുമ്പോഴും ചുമൽ കൊടുക്കുന്നത് കൊണ്ട് ആ ഇമ്പദേശത്ത് തന്നെയാ വസിക്കുന്നത്. ആമേൻ. ദൈവം തരുന്ന സന്തോഷങ്ങളിൽ തന്നെയാ നിൽക്കുന്നത്. ആമേൻ. ദുഃഖിപ്പിക്കുവാനായി പലതുമായി പിശാച് നാലുപാടും കൂട്ടം കൂടുന്നുണ്ട്. പക്ഷേ പിശാചിന് അറിയാത്തൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇമ്പങ്ങളുടെ ദേശത്താ. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങൾ ചുമൽ കൊടുത്തത് പെട്ടകത്തിനാ, ഞങ്ങൾ ചുമന്നത്, ആമേൻ, സ്തോത്രം, കർത്താവിന്റെ പെട്ടകമാ. ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ഇമ്പങ്ങളുടെ ദേശമാ. ഞങ്ങളുടെ കാതിനെ ദൈവം അങ്ങനെ ട്യൂൺ ചെയ്തിട്ടുണ്ട്. സന്തോഷം മാത്രമേ ഞങ്ങളുടെ കാത് കേൾക്കത്തുള്ളൂ. ഞങ്ങളുടെ കണ്ണിനെ അങ്ങനെ, ആമേൻ, ദൈവം ട്യൂൺ ചെയ്തിട്ടുണ്ട്. നല്ലത് മാത്രമേ, ഞങ്ങൾക്ക് നല്ലതായത് മാത്രമേ ഞങ്ങൾ കാണത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. ഒരു 10-20 വർഷം പിന്നിലോട്ട് പോയാൽ, ആമേൻ, പല വീടുകളുടെ മുകളിൽ, TV ഉള്ള വീടുകളുടെ മുകളിലൊക്കെ ശനിയാഴ്ചയും ഞായറാഴ്ചയും ദിവസങ്ങളിൽ പിള്ളേർ കയറിയിരുന്ന് ആൻറ്റിന കറക്കും. എന്തിനാണെന്നറിയാമോ? ചിലത് പിടിച്ചെടുക്കാൻ വേണ്ടി. ആമേൻ. ആ TVക്ക് ട്യൂൺ ചെയ്താൽ ചിലത് മാത്രമേ കിട്ടത്തുള്ളൂ. അതുപോലെയാണ്, ആമേൻ, ഊഴിയത്തിന് ചുമൽ കൊടുക്കുന്നവൻ്റെ ചെവിയും കണ്ണും. ആമേൻ. അത് എല്ലാം ഒന്നും വലിച്ചെടുക്കത്തില്ല, അതിന് വേണ്ടത് മാത്രമേ കിട്ടത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. കരയിപ്പിക്കുന്നതൊന്നും നമ്മുടെ കണ്ണിലോട്ട് വരത്തില്ല, നമ്മുടെ കാതിൽ കേൾക്കത്തില്ല. ഇമ്പങ്ങളുടെ പർദീസയിൽ നിന്ന് ഇമ്പങ്ങളുടെ പൊന്ന് തമ്പുരാന്റെ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ആ അപ്പന്റെ ശബ്ദം കേൾക്കുവാനായി, ആമേൻ, കഴുതകളെ കർത്താവ് വിളിച്ചിരിക്കുക. ആമേൻ. ചുമൽ കൊടുക്കുവാൻ തയ്യാറാണോ? ഇനി നല്ല പകലും ഒരുമിച്ച് ആ നല്ല കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് സമർപ്പിക്കാം. അപ്പാ, ഞാൻ ഒഴിവാക്കപ്പെട്ടു പോയി, അപ്പാ, ഞാൻ തള്ളപ്പെട്ടു പോയി. ഒരു കഴുതേക്കാലും നിന്ദ്യമായി എന്നെ ഉപദ്രവിക്കുന്ന, എന്നെ അപമാനിക്കുന്ന ഒരു കറിവേപ്പില പോലെ എന്നെ എടുത്ത് കളയുന്നവരുടെ മധ്യത്തിൽ നിലവിളിയോടെ ഞാനായിരിക്കുന്നു. എൻ്റെ തലമുറകളായിരിക്കുന്നു, എൻ്റെ നന്മകളായിരിക്കുന്നു. മറ്റുള്ളവർക്ക് പറഞ്ഞ് പരിഹസിക്കുവാൻ മാത്രമുള്ള, ഇന്ന് കേൾക്ക്, ആ പറഞ്ഞ് പരിഹസിക്കുവാൻ മാത്രമായി തീർന്നതിന് യേശു പ്രയോജനപ്പെടുത്തുവാൻ പോകുക. കഴുതേ എന്ന് കേട്ട് മടുത്ത നിന്നെ എൻ്റെ യേശു പ്രയോജനപ്പെടുത്തുവാൻ പോകുക. ഉപയോഗമില്ലാത്തവളെ എന്ന്, പ്രയോജനമില്ലാത്തവളെ എന്ന് സഹോദര, നീ കേട്ടുമെടുത്തുവെങ്കിൽ കേൾക്ക്, എൻ്റെ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ പോകും. യേശുവേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അസ്ഥിബലമുള്ള കഴുത, ഈ സഹാർ എന്ന അസ്ഥിബലമുള്ള കഴുതേ കൂലിയായി ഇതിലേക്ക് നൽകിയ കർത്താവേ, ഇതിനകത്തായിരിക്കുന്ന ഓരോ മാതാപിതാക്കളും പലപ്പോഴും കേട്ട് വിലപിച്ച ആ വാക്കുകൾക്ക് സ്വർഗമങ്ങ് പ്രതിക്രിയ നൽകണമേ കർത്താവേ. അവർ കഴുത തന്നെ അങ്ങേ ചുമക്കുന്ന കഴുതയായി മാറട്ടെ. അവർ ദേശത്തിൽ ദേശത്തെ അനുഗ്രഹിക്കുന്ന, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന, മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി തീരുന്ന കഴുതയായി മാറട്ടെ. എല്ലാ ഒഴിവാക്കപ്പെടലുകളും, എല്ലാ നിന്ദകളും, എല്ലാ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളും മാറിപ്പോകട്ടെ. ഈ ജനത്തടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരുമിച്ച് ആ നല്ല കർത്താവിനെ ഇന്ന് പകലിൽ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ആരും മൗനമായിരിക്കരുത്. നിന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഭർത്താവിന് മനസ്സിലാക്കുവാൻ കഴിയാത്ത, ഭാര്യയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന
എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.